നമ്മൾ ഇന്നലെ 4ാമത്തെ യൂണിറ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ അത് ഗ്രാമർ കണക്റ്റീവ്സ് ആയിരുന്നു നമ്മൾ ഇന്നലെ ലാസ്റ്റ് കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. കണക്റ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക് ആയിരുന്നു ലാസ്റ്റ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം കണക്റ്റീവ്സ് കുറച്ച് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അതൊരു ക്വസ്റ്റ്യൻ മാതിരിയാണ് തന്നിരിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നിരിക്കുന്നുണ്ട്. അപ്പൊ കണക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒത്തിരി വരുന്നുണ്ട്. അപ്പൊ അത് മൊത്തം നമുക്കിപ്പോ പറയാൻ പറ്റത്തില്ല, കാരണം അതിനകത്ത് ഒത്തിരി ഉണ്ട്. നമ്മുടെ ഈ 4 ക്ലാസ് കൊണ്ടൊന്നും തീരത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു 3-4 എണ്ണത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റി മാത്രം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ എക്സാമിന് പക്ഷെ അത് മാത്രമായിട്ട് ചോദിക്കും എന്നൊന്നും വിചാരിക്കരുത്. കണക്റ്റീവ്സ് ഒത്തിരി ഉള്ളത് കൊണ്ട് കോമൺ ആയിട്ടുള്ളത് വരും, എക്സ്ട്രാ ചിലപ്പം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ടെക്സ്റ്റിലുള്ളതെങ്കിലും പഠിച്ചിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. ഇതുണ്ട് ഗ്രാമർ കണക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നിരിക്കുന്നത്. താഴ്ത്തുണ്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നിട്ടുണ്ട്. ദെയർ ഫോർ, അതർവൈസ്, ഓർ, ഹൂ, ആൻഡ്, ഇഫ് അത്രയാണ് തന്നിരിക്കുന്നത്. അപ്പം ഇതിന്റെ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാവേ. ഇതിനകത്ത് തന്നിരിക്കുന്ന ഈ ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറയുന്നതിന്റെ എല്ലാത്തിന്റെ ആൻസർ ഇതിന്റെ ലാസ്റ്റ് കിടപ്പുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കണക്റ്റീവ്സ് ഇപ്പൊ കണ്ട കണക്റ്റീവ്സ് അതിനെപ്പറ്റി നമുക്ക് നോക്കാം. അപ്പൊ എന്താന്നായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞ കണക്റ്റീവ്സ് എന്താന്നായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞത്? പല ടൈപ്പും ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതിനകത്ത് എന്തായിരുന്നു കണക്റ്റീവിന്റെ ഡെഫിനേഷൻ വരുന്നത്? കണക്റ്റീവ്സ് ഓൾസോ നോൺ ആസ് ലിങ്കിങ് വേർഡ്സ് ഓർ ട്രാൻസിഷൻ വേർഡ്സ് ആർ യൂസ്ഡ് ടു ലിങ്ക് സെന്റൻസ്, പാരഗ്രാഫ് ഓർ ഐഡിയാസ് ടുഗദർ ഷോയിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. അപ്പൊ എന്താണ് കണക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ലിങ്കിങ് വേർഡ്സ്. അതായത് ആ പേര് പോലെ തന്നെ അത് എന്താണ് ലിങ്കിങ് വേർഡ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുക കേട്ടോ. നമ്മൾ അതുകൊണ്ട് ടൈപ്സ് ഓഫ് കണക്റ്റീവ്സ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകണ്ട. നിങ്ങളിപ്പം ജസ്റ്റ് എക്സാം ഓറിയന്റഡ് ആയിട്ടൊന്ന് നോക്കി വെക്കുക. ഇതിനകത്ത് കോമൺ കണക്റ്റീവ്സ്, അതായത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആൻഡ്, ബട്ട്, ഓർ, സോ, ഹവർ, ദെയർ ഫോർ, ദസ്. അതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കണക്റ്റീവ്സ് ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നിരിക്കുന്ന ഒരെണ്ണം എന്ന് പറയുന്നത് ഇതുണ്ട്. ദെയർ ഫോർ എന്ന് പറയുന്ന ഒരു കണക്റ്റീവ്സ് നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട്. അപ്പൊ എന്താ ഈ ദെയർ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ദെയർ ഫോർ ഈ കണക്റ്റീവ്സ് അല്ലെ കൺജങ്ഷൻ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. അതായത് കൺജങ്ഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? കൺജങ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ആ കൺജങ്ഷൻ കണക്റ്റീവ്സ് സെയിം തന്നെയാണ്. അപ്പൊ കൺജങ്ഷനെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. കോർഡിനേറ്റിംഗ് ഉണ്ട്, സബോർഡിനേറ്റിംഗ് ഉണ്ട്, കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പറഞ്ഞ 3 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പം അതിനകത്ത് ഓരോന്നിനായിട്ടും വരുന്നതാണ് ഇവിടെ നമ്മൾ പറയുന്നത് പലതും കേട്ടോ. ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന എന്താ therefore എന്ന് പറയുന്നത് നമ്മുടെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷനകത്ത് വരുന്നതാ കേട്ടോ. അപ്പൊ അങ്ങനത്തെ ഉള്ള ക്ലാസിഫിക്കേഷൻ ഒന്നും ഇപ്പൊ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ജസ്റ്റ് എന്താണ് therefore എന്ന് പറയുന്നത്, അത് എവിടെ എങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പൊ therefore എന്ന് പറയുന്നത് കണ്ടോ, കൺജക്റ്റീവ് അഡ്വർബ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ ലോജിക്കൽ കോൺസിക്വൻസ് ഓർ കൺക്ലൂഷൻ. അപ്പം എവിടാണ് നമ്മൾ കൺക്ലൂഷൻ, നമ്മൾ എന്തെങ്കിലും സെന്റൻസോ വേർഡ്സോ ഒക്കെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് therefore. ഇപ്പൊ മാത്സിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. അതാണ് ലോജിക്കൽ കോൺസിക്വൻസ് അവിടെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അല്ല, നമുക്ക് എന്തെങ്കിലും കൺക്ലൂഷൻ പറയുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ ഈ പറഞ്ഞ therefore എന്ന് പറയുന്ന ഈ ഒരു കണക്റ്റീവിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ യൂസേജ് എന്ന് പറഞ്ഞിട്ട് താഴെ കണ്ടോ പറയുന്നുണ്ട്. ടു ഇൻട്രൊഡ്യൂസ് എ കൺക്ലൂഷൻ ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇൻഫർമേഷൻ, ടു ഷോ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, ടു ഇൻഡിക്കേറ്റ് ദ എ ലോജിക്കൽ റിസൾട്ട്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ പറഞ്ഞ therefore എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ പൊസിഷൻ, അതായത് ഈ therefore എന്ന് പറയുന്ന ആ ഒരു കണക്റ്റീവ്സ് നമ്മൾ എവിടെ ചേർക്കണം എന്നുള്ളതാണ് പൊസിഷനകത്ത് പറയുന്നത്. എങ്ങനെ ചേർക്കുന്നത്? ടിപ്പിക്കലി പ്ലേസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സെന്റൻസ്, അല്ലാന്നുണ്ടെങ്കിലോ ക്യാൻ ബി പ്ലേസ്ഡ് ആഫ്റ്റർ എ സെമി കോളൻ ഓർ എ കോമ. ഇങ്ങനെ ആയിരിക്കും ഈ പറഞ്ഞ ഈ ഒരു സെന്റൻസ്, ഈ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ആ വേർഡ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതാണ് അതിന്റെ പൊസിഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ താഴെ എക്സാമ്പിൾ തന്നിരിക്കുന്നുണ്ട്. ഐ ഹാവ് സ്റ്റഡീഡ് ഹാർഡ്, എന്നിട്ട് കണ്ടോ സെമി കോളന, എന്നിട്ട് കണ്ടോ therefore I am confident about the exam.
അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് എക്സാമ്പിൾ നോക്കിക്കേ, ഇത് വെദർ ഈസ് റെയിനി ദെയർഫോർ വി ഷുഡ് ക്യാൻസൽ ഇത് ഔട്ട്ഡോർ പ്ലാൻസ്. കണ്ടോ? അപ്പൊ എന്താണ് നമ്മൾ ഇങ്ങനെയുള്ള എന്താ സിറ്റുവേഷൻസ്, അതായത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാരണം, അത് ഒരു റീസണും കാണും. അപ്പൊ അത് തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഈ പറഞ്ഞ ദെയർഫോർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ദെയർഫോർ വരുന്നത്. അപ്പൊ അതിന്റെ സിനോണിംസും അനോണിംസും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഈ ദെയർഫോർ എന്നതിന്റെ സിനോണിംസും ഉണ്ട്, അനോണിംസും ഉണ്ട്. അപ്പൊ അത്രയ്ക്കൊന്നും നിങ്ങൾ നോക്കണം, ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ നിങ്ങളുടെ അറിവിലേക്കായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ആൻഡ് എന്ന് പറയുന്നതാണ്. ആൻഡ് എന്ന് പറയുന്ന കണക്റ്റീവ്. അപ്പം ആൻഡ് എന്ന് പറയുന്ന കണക്റ്റീവ് നമ്മൾ എവിടൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക? ആൻഡ് ഇവിടെ ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന ആൻഡ് ഈസ് എ കൺജങ്ഷൻ യൂസ്ഡ് ടു കണക്ട് വേർഡ്സ്, ഫ്രേസസ് ഓർ ക്ലോസസ് എന്ന് പറയുന്നുണ്ട്. അപ്പം ആൻഡ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ്, കാരണം മിക്കപ്പോഴും എക്സാമിനകത്ത് നിങ്ങൾക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനകത്ത് ഈ ആൻഡ് കണ്ടിട്ടുണ്ട്. അപ്പൊ ആൻഡ് എവിടൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, ആൻഡ് ഈസ് എ കൺജങ്ഷൻ യൂസ്ഡ് ടു കണക്ട് വേർഡ്സ് ഉണ്ട്, ഫ്രേസസ് ഉണ്ട്, പിന്നെ എന്തിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ക്ലോസിനെ കണക്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? ആൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ടൈപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഒക്കെ അവർ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ടൈപ്സിനകത്ത് എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, അതായത് കണക്ട് ഈക്വൽ ക്ലോസുകൾ തമ്മിൽ സിമിലർ ആയിട്ടുള്ള ക്ലോസ് വരുമല്ലോ, അപ്പൊ അങ്ങനെയുള്ളതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കോറിലേറ്റീവ് കൺജങ്ഷൻ എന്ന് പേസ് വിത്ത് അതർ കൺജങ്ഷൻസ്, ഡിഫറെന്റ് ആയിട്ടുള്ളതാണെങ്കിൽ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് ആൻഡ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ യൂസേജ് ആയിട്ട് കണ്ടോ, അത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ താഴെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കണക്ടിങ് വേർഡ്സ് ഓർ ഫ്രേസസ് നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ആൻഡ് വെച്ചിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഐ ലൈക്ക് റീഡിംഗ് ബുക്ക് ആൻഡ് ഐ ഓൾസോ എൻജോയ് റൈറ്റിംഗ്. കണ്ടോ? അങ്ങനെയാണ് നമ്മൾ കണക്ടിങ്, അതായത് അവിടെ എന്താ രണ്ട് സെന്റൻസുകളുണ്ട്. അപ്പൊ അതിനെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? ആൻഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് രണ്ട് എന്താണ് റിലേറ്റീവ് ആയിട്ടുള്ള രണ്ട് സെന്റൻസുകൾ. പിന്നെ ഇതുണ്ട് കണക്ടിങ് ഇൻഡിപെൻഡന്റ് ക്ലോസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ ക്ലോസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? സെന്റൻസ് കഴിഞ്ഞിട്ട് കണ്ടോ ഒരു കോമ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അത് ക്ലോസ് ആണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കണക്ടിങ് ഇൻഡിപെൻഡന്റ് ക്ലോസുകൾ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? ഐ വെന്റ് ടു ദ സ്റ്റോർ ആൻഡ് ഐ ബോട്ട് മിൽക്ക്. പിന്നെന്താണ് കണക്ടിങ് ക്ലോസസ് വിത്ത് ഡിഫറെന്റ് സബ്ജക്ട്. അപ്പൊ അതെങ്ങനെയായിരിക്കും കൊടുക്കുന്നത്? ജോൺ സ്റ്റഡീഡ് ഫോർ ദി എക്സാം ആൻഡ് എമിലി അറ്റൻഡ് എ ലെക്ചർ. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ആൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുണ്ടോ ലിസ്റ്റിംഗ് ഐറ്റംസ് നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ കോമൺ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നല്ലോ. കണ്ടോ? ഐ ബോട്ട് ആപ്പിൾ, ബനാന ആൻഡ് ഓറഞ്ച്. പിന്നെ എംഫസൈസിങ് എ പോയിന്റ്, ഐ ആം ടയർഡ് ആൻഡ് ഐ നീഡ് എ ബ്രേക്ക്. കണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ആൻഡ് എന്ന് പറയുന്ന കണക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ സിറ്റുവേഷൻ അനുസരിച്ച്, സിറ്റുവേഷൻ നമുക്ക് തന്നിരിക്കുന്ന വായിച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാമല്ലോ എന്ത് സിറ്റുവേഷൻ ആണ്, അതിനനുസരിച്ച് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ പൊസിഷൻ ഇവിടെ പറയുന്നുണ്ട്, അതായത് ടിപ്പിക്കലി പ്ലേസ്ഡ് ബിറ്റ്വീൻ ഇത് വേർഡ്സ് ഓർ ക്ലോസ് ബീങ് കണക്റ്റഡ്. അതായത് നമ്മൾ രണ്ട് വേർഡുകളോ അല്ലെ രണ്ട് ക്ലോസുകളോ കണക്ട് ചെയ്യാനായിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ പറഞ്ഞ ആൻഡിനെ യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സെന്റൻസ് കണ്ടോ? പൊസിഷൻ എന്ന് പറഞ്ഞതിന്റെ കഴിഞ്ഞിട്ട് ആദ്യം കിടക്കുന്ന സെന്റൻസ് ടിപ്പിക്കലി പ്ലേസ്ഡ് ബിറ്റ്വീൻ ഇത് വേർഡ്സ് ഓർ ക്ലോസസ് ബീങ് കണക്റ്റഡ്. അപ്പൊ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കും വരിക? നമുക്കൊരു സെന്റൻസ് ഹീ സ്മാർട്ട് ആൻഡ് ഗുഡ്. അപ്പൊ ഹീ സ്മാർട്ടും ഗുഡ് എന്ന് പറയുന്ന എന്താണ്? രണ്ട് വേർഡുകൾ. അപ്പൊ അങ്ങനെയുള്ള രണ്ട് വേർഡുകൾ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഈ പറയുന്ന ആൻഡ് എന്ന് പറയുന്ന കണക്റ്റീവ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ തൊട്ട് മുന്നേ നമ്മൾ കണ്ട എക്സാമ്പിളിനകത്ത് തന്നിരിക്കുന്ന എന്താണ്? ക്ലോസുകളാണ്. അപ്പൊ ആ ക്ലോസിന് എക്സാമ്പിൾ ഐ ലൈക്ക് റീഡിംഗ് ബുക്ക് ആൻഡ് ഐ ഓൾസോ എൻജോയ് റൈറ്റിംഗ്. അപ്പൊ രണ്ട് ക്ലോസുകൾ, ഐ ലൈക്ക് റീഡിംഗ് ബുക്കും നെക്സ്റ്റ് എന്താണ്? ഐ ഓൾസോ എൻജോയ് റൈറ്റിംഗ്. അപ്പൊ അങ്ങനെയുള്ള രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്യാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ആൻഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് അതിന്റെ പൊസിഷൻ പറഞ്ഞിരിക്കുന്നത്. രണ്ട് വേർഡുകളോ രണ്ട് ക്ലോസുകളോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ആൻഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ക്യാൻ ബി പ്ലേസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സെന്റൻസ് ഫോർ എംഫസിസ്. ഈ എംഫസിസ് സെന്റൻസുകളുടെ ഒക്കെ ആദ്യം നമുക്ക് എന്തിനാ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഈ പറയുന്ന
ആൻഡിനെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുണ്ട് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ് അവർ തന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് കണ്ട് ഐ ലൈക്ക് കോഫി ആൻഡ് ടീ. അപ്പൊ എന്താണ് കോഫി ടീ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് വേർഡുകൾ, അത് തമ്മിൽ കണക്ട് ചെയ്തു. പിന്നെ കോമ്പൗണ്ട് സെന്റൻസിനകത്ത് നോക്കി രണ്ട് ഡിഫറെന്റ് സെന്റൻസ്, ഐ വെന്റ് ടു ദ ജിം ആൻഡ് ദെൻ ഐ ഷോഡ്. പിന്നെ എന്താണ് കോംപ്ലക്സ് സെന്റൻസിനകത്ത് തന്നിരിക്കുന്നുണ്ട് ഐ വെന്റ് ടു ദി സ്റ്റോർ ബിക്കോസ് ഐ നീഡ് മിൽക്ക് ആൻഡ് ഐ ഓൾസോ ബോട്ട് എഗ്സ്. കണ്ടോ? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ആൻഡിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് അതർവൈസ് എന്ന് പറയുന്ന ഒരു കണക്റ്റീവ്സ് ആണ്. അപ്പൊ അതർവൈസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എവിടെയൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്? Otherwise is an adverb used to indicate the contrasting or alternative situation. Alternative situationsലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ അതർവൈസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ അതിന്റെ യൂസേജ് ആയിട്ട് തന്നിട്ടുണ്ട് ടു ഇൻഡിക്കേറ്റ് ആൻ ആൾട്ടർനേറ്റീവ് ഓർ കോൺട്രാസ്റ്റിംഗ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ട് കണ്ട ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഈ പ്ലാൻ ചേഞ്ച് ആവുന്ന അങ്ങനെയുള്ള സിറ്റുവേഷൻ, അതായത് ഐ വിൽ ഗോ ടു ദ മൂവീസ് അതർവൈസ്, അതായത് പ്ലാൻ അവിടെ ചേഞ്ച് ആയി. അപ്പം അങ്ങനെ ഉള്ളപ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ പറയുന്ന അതർവൈസ് എന്ന് പറയുന്ന യൂസ്. പിന്നെ ഇതുണ്ട് ടു ഷോ എ കോൺസിക്വൻസ് ഓഫ് ഇഫ് എ കണ്ടീഷൻ ഈസ് നോട്ട് മെറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോഴും അതായത് കണ്ടീഷൻ മെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാണിക്കും? ഈ അതർവൈസ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റഡി ഹാർഡ് അതർവൈസ് യു വിൽ ഫെയിൽ. ഇത് നമ്മൾ എന്താ ഹാർഡായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഫെയിൽ ആകും. പിന്നെ ഇതുണ്ട് ടു കോൺട്രാസ്റ്റ് ടു ഐഡിയാസ് ഓർ സിറ്റുവേഷൻസ്. ഐ ആം ഗോയിങ് ടു ദ ജിം അതർവൈസ് ഐ വുഡ് ബി ബോർഡ് അറ്റ് ഹോം. പിന്നെന്താണ് ടു ആഡ് ആൻ എക്സെപ്ഷൻ ഓർ നമ്മൾ എക്സെപ്ഷൻ കേസിൽ നമ്മൾ ഇത് കൊടുക്കാറുണ്ട്. അപ്പൊ അതെങ്ങനെയായിരിക്കും? ഐ എഗ്രി വിത്ത് യുവർ പ്ലാൻ അതർവൈസ് ഇറ്റ് ഈസ് പെർഫെക്റ്റ്. കണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? അതർവൈസ് എന്ന് പറയുന്ന കൺജങ്ഷനെ നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ പൊസിഷൻ തന്നിരിക്കുന്നുണ്ടോ? ടിപ്പിക്കലി പ്ലേസ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് എ സെന്റൻസ് ഓർ ക്ലോസ് ആയിരിക്കും വരുന്നത്. പിന്നെ എന്താണ്? ഒന്നെങ്കിൽ അതിന് മുന്നേ എന്തുണ്ടായിരിക്കും? കോമ അല്ലെങ്കിൽ സെമി കോളൻ എന്ന് പറയുന്നുണ്ടായിരിക്കും. അതായത് ക്യാൻ ബി പ്ലേസ്ഡ് ആഫ്റ്റർ എ സെമി കോളൻ ഓർ എ കോമ. ഇംഗ്ലീഷ് സെന്റൻസ് നമ്മൾ എഴുതുമ്പോൾ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കുത്തും കോമായും സെമി കോളനും ഒക്കെ കേട്ടോ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ എന്താ മീനിങ്ങുകൾ നമ്മൾ പറയുക. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ സെമി കോളനും കോമായും ഒക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക ക്ലോസുകളും കണക്ഷൻസും നമ്മൾ കൊടുക്കാറ്. അപ്പൊ കണക്റ്റീവ്സ് എന്ന് പറയുന്ന ഈ ദെർഫോറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ദെർഫോർ അല്ല അതർവൈസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ തന്നെയാണ്? ഒന്നെങ്കിൽ സെമി കോളൻ അല്ലെ കോമായി ശേഷമായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക? ഈ പറഞ്ഞ അതർവൈസ് എന്ന് പറയുന്ന കണക്റ്റീവ് നമ്മൾ കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് ആദ്യമേ തന്നെ തന്നിരിക്കുന്നതാണ് സിമ്പിൾ സെന്റൻസ് ഒരെണ്ണം തന്നിട്ടുണ്ട് അതർവൈസ് ഐ വിൽ സ്റ്റേ ഹോം. പിന്നെ കണ്ടീഷണൽ സെന്റൻസ് ആയിട്ട് തന്നിരിക്കുന്ന ഇഫ് ഇറ്റ് ട്രെയിൻ അതർവൈസ് വി വിൽ ക്യാൻസൽ. പിന്നെ കോൺട്രാക്ടിങ് ഐഡിയാസ് ആയിട്ട് തന്നിട്ടുണ്ട് ഐ വിൽ റീഡിങ് അതർവൈസ് ഐ വിൽ വാച്ച് TV. അതാണ് നമ്മുടെ അതർവൈസ് വരുന്നത്. ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്ന ഹു. അപ്പൊ ഹു എന്ന് പറയുന്ന സാധാരണ നമ്മൾ എന്താണ്? ക്വസ്റ്റ്യൻസ് അല്ലേ? അതായത് ഒരു കണ്ടീഷൻ അല്ലെ ഒരു ഇൻഫർമേഷൻ അല്ലെ എന്താ ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആണ് അത് വരെ. അതായത് ഹു ഈസ് ആൻ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ യൂസ്ഡ് ടു ആസ്ക് ഫോർ ഇൻഫർമേഷൻ അബൌട്ട് പേഴ്സൺസ് ഐഡന്റിറ്റി ഒക്കുപേഷൻ ഓർ റോള്. അപ്പൊ എന്തായിരിക്കും? എന്തെങ്കിലും ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? ഹു എന്ന് പറയുന്ന ആ ഒരു കണക്റ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ ആദ്യമേ തന്നിരിക്കുന്നതാണ്ടോ നമ്മൾ എവിടൊക്കെയാണ് ഹു എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടൊക്കെ നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ടോ? ഒന്ന് പറഞ്ഞിരിക്കുന്നത് ടു ആസ്ക് ഫോർ ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. പിന്നെ എന്താണ്? അതേപോലെ തന്നെ ഒക്കുപേഷൻ ഉണ്ട്. പിന്നെ ഇൻ റിലേറ്റീവ് ക്ലോസുകളിൽ നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഈ പറയുന്ന ഹൂവിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇത് കണ്ട ആസ്ക് ഫോർ ഐഡന്റിഫിക്കേഷൻ അത് തന്നിട്ടുണ്ട്. ഹു ഈസ് ദാറ്റ് പേഴ്സൺ? ഹു ആർ യു? നമ്മൾ കോമൺ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാമല്ലോ. ആസ്ക് ഫോർ ഐഡന്റിഫിക്കേഷൻ നമ്മൾ അങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ അതേപോലെ ടു ആസ്ക് അബൌട്ട് ഒക്കുപേഷൻ ഓർ റോൾ, ഹു ഇസ് ദ മാനേജർ, ഹു വിൽ ബി അറ്റൻഡിങ് ദ മീറ്റിംഗ്. പിന്നെ ദ റിലേറ്റീവ് ക്ലോസ് വരുമ്പോഴേക്കും ദ പേഴ്സൺ ഹു ഹെൽപ്ഡ് മീ ആസ് വെരി കൈൻഡ്. അപ്പൊ റിലേറ്റീവ് ക്ലോസ് വരുമ്പോഴേക്കും കണ്ടോ അവിടെ ഒരു സെന്റൻസ് പറയോ? അപ്പൊ ആ സെന്റൻസിനകത്ത് കണ്ടോ ഹു യൂസ് ചെയ്തിരിക്കുന്നത്? ദ പേഴ്സൺ ഹു ഹെൽപ്ഡ് മീ ആസ് വെരി കൈൻഡ്. പിന്നെ ദ വുമൺ ഹു ഈസ് അറ്റൻഡിങ് ഓവർ ദെയർ ഈസ് മൈ സിസ്റ്റർ. പിന്നെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും കണ്ടോ ഐ വണ്ടർ ഹു വിൽ വിൻ ദ ഗെയിം, ഷീ ആസ്ക്ഡ് ഹു വാസ് ഗോയിങ് ടു ദ പാർട്ടി. കണ്ടോ? അപ്പം ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ, അതായത് ക്വസ്റ്റ്യൻ ആയിട്ടും അതേപോലെ തന്നെ റിലേറ്റീവ് ക്ലോസുകളിലും
ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലും ഒക്കെയാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുക, ഈ പറഞ്ഞ ഹൂ എന്ന് പറയുന്ന കണക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യുക. ടൈപ്സ് ആയിട്ട് കണ്ടോ, ഇൻട്രോഗേറ്റീവ് ഹൂ ഉണ്ട്. ഇൻട്രോഗേറ്റീവ് ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആസ്ക് എ ക്വസ്റ്റ്യൻ ആയിരിക്കും പറയുന്നത്. പിന്നെ റിലേറ്റീവ് ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, കണക്ട് ചെയ്യുക, രണ്ട് ക്ലോസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുക, റിലേറ്റീവ് ഹൂവിനെ നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഇൻഡെഫിനിറ്റ് ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, റെഫേഴ്സ് ടു ആൻ അൺനോൺ പേഴ്സൺ. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ കണ്ടു. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ മേളിൽ എക്സാമ്പിൾ ആയിട്ട് കണ്ടു. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കണ്ടു, രണ്ട് ക്ലോസുകൾ കണക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു, പിന്നെ അൺനോൺ പേഴ്സണെ റെഫർ ചെയ്യാനും നമ്മൾ എന്ത് യൂസ് ചെയ്തു, ഹൂ യൂസ് ചെയ്തു. അപ്പൊ അൺനോൺ പേഴ്സണെ റെഫർ ചെയ്തിട്ട് പറഞ്ഞ സെന്റൻസ് ആണ്, ദ പേഴ്സൺ ഹു ഹെൽപ്ഡ് മീ വാസ് വെരി കൈൻഡ്. അപ്പൊ അതെന്താണ്, അവിടെ നമുക്ക് അറിയില്ല, അപ്പൊ അൺനോൺ പേഴ്സൺ ആണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ഹൂ എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന്റെ ഇതുണ്ട്, എക്സാമ്പിൾ ആയിട്ട് മൂന്നിന്റെയും ഒരു എക്സാമ്പിൾ ഇതുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രോഗേറ്റീവ്, റിലേറ്റീവ്, ഇൻഡയറക്റ്റും. ഇൻട്രോഗേറ്റീവിനകത്തുണ്ട് ഹു ഈസ് കോളിംഗ്, റിലേറ്റീവിനകത്ത് ദ പേഴ്സൺ ഹു കോൾഡ് ഈസ് വെയിറ്റിംഗ്, ഇൻഡയറക്റ്റിനകത്ത് ഐ ഡോണ്ട് നോ ഹു ഈസ് കമ്മിങ്. കണ്ടോ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഓർ ആണ്. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതും എന്താണ്, ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്, യൂസ്ഡ് ടു കണക്ട് എന്തായിരിക്കും, വേർഡ്സ്, ഫ്രേസസ്, ക്ലോസ്, ഇൻഡിക്കേറ്റിംഗ് ഓർ ചോയ്സ് ഓർ ആൾട്ടർനേറ്റീവ്സ്. അതായത് നമ്മൾ ആൻഡ് പോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്തിനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും, ഈ പറഞ്ഞ ഓർ നമുക്ക് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതും ഈ പറഞ്ഞതുപോലെ വേർഡുകൾ കണക്ട് ചെയ്യാനോ ഫ്രേസുകളോ ക്ലോസുകളോ ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുക, ഓർ യൂസ് ചെയ്യുക. അതായത് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ഒരു മീനിങ് ആയിരിക്കും അവിടെ നമുക്ക് വരിക. ഇതൊന്നിൽ കൂടുതൽ ചോയ്സുകളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പം അത് സെലക്ട് ചെയ്യാൻ, അത് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി, ആ രണ്ട് ഓപ്ഷൻസ് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഈ പറഞ്ഞ ഓർ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുക. നമുക്കിപ്പോ ഒരു സെന്റൻസ് ഇപ്പൊ എന്താ, വുഡ് യു ലൈക്ക് ടീ ഓർ കോഫി, അങ്ങനെ നമുക്ക് ചോദിക്കത്തില്ലേ. അപ്പൊ എന്താണ്, ടീ ഓർ കോഫി, അപ്പൊ ഏതാണെന്ന് നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള രണ്ട് വേർഡുകളോ അല്ലെങ്കിൽ ഇപ്പൊ രണ്ട് സെന്റൻസുകളോ അല്ലെ രണ്ട് ക്ലോസുകളോ ഒക്കെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ ഓറിനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ താഴെ രണ്ട് എക്സാമ്പിൾ പറയുന്നുണ്ട്. ടു ഇൻഡിക്കേറ്റ് എ ചോയ്സ് ഉണ്ട്, അതായത് ചോയ്സ് അല്ലേ, ടീ ഓർ കോഫി എന്ന് പറയുമ്പോൾ എന്താണ്, ചോയ്സ് ആണ്. പിന്നെ ഇതുണ്ട് ടു ഓഫർ ആൾട്ടർനേറ്റീവ് ഉണ്ട്, ടു കണക്ട് ക്ലോസ് ഉണ്ട്. അപ്പൊ ടു ഇൻഡിക്കേറ്റ് എ ചോയ്സിനകത്ത് എക്സാമ്പിൾ തന്നിരിക്കുന്നത് എന്തുവാ, ഡു യു വാണ്ട് കോഫി ഓർ ടീ. പിന്നെ ടു ഓഫർ ആൾട്ടർനേറ്റീവിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, യു ക്യാൻ ഗോ ടു ദ മൂവീസ് ഓർ സ്റ്റേ ഹോം. പിന്നെ ടു കണക്ട് ക്ലോസിനകത്ത് എന്തോ പറഞ്ഞേക്കുന്നത്, ഐ വിൽ ഗോ ടു ദ സ്റ്റോർ ഓർ ഐ വിൽ ഓർഡർ ഓൺലൈൻ. കണ്ടോ, രണ്ട് ക്ലോസുകൾ കണക്ട് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ പറയുന്ന ഓർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താ, ടു ഷോ എക്സ്ക്ലൂസീവ്ലി. അപ്പൊ അവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്, യു ക്യാൻ ഹാവ് ഐദർ കോഫി ഓർ ടീ ബട്ട് നോട്ട് ബോത്ത്. കണ്ടോ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ടൈപ്സ് കണ്ടോ, കോർഡിനേറ്റീവ് കൺജങ്ഷൻ ഉണ്ട്, കോറിലേറ്റീവ് കൺജങ്ഷൻ, രണ്ട് ടൈപ്പ് ആണ് പറയുന്നത്. അപ്പൊ കോർഡിനേറ്റീവ് കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള ക്ലോസുകൾ കണക്ട് ചെയ്യാനാണ് നമ്മൾ അത് യൂസ് ചെയ്യുക. കോ റിലേറ്റീവ് ആണെന്നുണ്ടല്ലോ, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സ് വിത്ത് അതർ കൺജങ്ഷൻ, അവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഓർ എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതിന്റെ പൊസിഷൻ അവർ പറയുന്നുണ്ട്, ടിപ്പിക്കലി പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ വേർഡ്സ് ഓർ ക്ലോസസ് ബീങ് കണക്റ്റഡ്. എവിടാണ്, ഒന്നെങ്കിൽ വേർഡുകളോ അല്ലെ ക്ലോസുകളോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെന്താണ്, ക്യാൻ ബി പ്ലേസ്ഡ് അറ്റ് ദി ബിഗിനിങ് ഓഫ് എ സെന്റൻസ് ഫോർ എംഫസിസ്. എംഫസിസ് സെന്റൻസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ബിഗിനിങ്ങിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ നോക്കിക്കാൻ എക്സാമ്പിൾ കണ്ടു, സിമ്പിൾ സെന്റൻസ് ഐ ലൈക്ക് റീഡിങ് ഓർ റൈറ്റിംഗ്. പിന്നെ കോമ്പൗണ്ട് സെന്റൻസ് വരുമ്പോഴേക്കും കണ്ടോ, ഐ വിൽ ഗോ ടു ദ ജിം ഓർ ഐ വിൽ ഗോ ഫോർ എ റൺ. പിന്നെ കോംപ്ലക്സ് സെന്റൻസിനകത്ത് ഇഫ് യു ഡോണ്ട് സ്റ്റഡി യു വിൽ ഫെയിൽ ഓർ യു വിൽ ഹാവ് ടു റീടേക്ക്. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഓർ എന്ന് പറയുന്ന കണക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇഫ് ആണ്. അപ്പം ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇഫ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടല്ലേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ എന്താണ്, ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ എന്തിനേം പറയുക, ഇഫിനെയും പറയുക. അതായത് ഇഫ് എ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് കണ്ടീഷണൽ ഓർ ഹൈപ്പോതെറ്റിക്കൽ ക്ലോസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ യൂസേജ് കണ്ടോ, കണ്ടീഷണൽ സെന്റൻസ് ഹൈപ്പോതെറ്റിക്കൽ സിറ്റുവേഷൻ ആണെങ്കിൽ എങ്ങനെയാണ്, അൺസർട്ടൈൻ ഓർ അൺസർട്ടൈൻ ഫ്യൂച്ചർ ഇവന്റ്സിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്.
കോൺട്രറി ടു ഫാക്ട് സിറ്റുവേഷനിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടീഷണൽ സെന്റൻസിൽ കണ്ടോ, ഇഫ് ഐ സ്റ്റഡി ഐ വിൽ പാസ്. ഹൈപ്പോത്തറ്റിക്കൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, ഇഫ് ഐ വോൺ ദി ലോട്ടറി ഐ വുഡ് ബൈ എ ഹൗസ്. അൺസർട്ടൈൻ ഓർ അൺസർട്ടൈൻ ഫ്യൂച്ചർ ഇവന്റ്സ് ആണ്, ഇഫ് ഇറ്റ് റെയിൻസ് വി വിൽ ക്യാൻസൽ. പിന്നെ കോൺട്രറി ടു ഫാക്ട് സിറ്റുവേഷൻസിലാണെങ്കിൽ ഇഫ് ഐ വെർ റീച്ച് ഐ വുഡ് ട്രാവൽ. അപ്പം ഡിഫറെന്റ് ടൈപ്സ് നമുക്ക് ഇഫ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്സ്. അപ്പൊ അതിനകത്ത് സീറോ കണ്ടീഷണൽ വരുന്നുണ്ട്. സീറോ കണ്ടീഷണൽ വരുമ്പോഴേക്കും എങ്ങനെ ആയിരിക്കും, ഇഫ് യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽറ്റ്. പിന്നെ ഫസ്റ്റ് കണ്ടീഷണൽ വരുമ്പോഴേക്കും അതായത് ഫ്യൂച്ചർ പോസിബിലിറ്റി ആയിരിക്കും അവിടെ വരുന്നത്. അതെങ്ങനെ ആയിരിക്കും വരുന്നത്, ഇഫ് ഐ ഗെറ്റ് ദ ജോബ് ഐ വിൽ മൂവ്. ഈ സെക്കൻഡ് കണ്ടീഷൻ അതായത് പ്രസന്റോ ഫ്യൂച്ചറോ ആവാം. അപ്പൊ അതെങ്ങനെ ആയിരിക്കും നമ്മൾ പറയുന്നത്, ഇഫ് ഐ വോൺ ദി ലോട്ടറി ഐ വുഡ് റിട്ടേൺ. പിന്നെ തേർഡ് കണ്ടീഷനിൽ വരുമ്പോഴേക്കും അത് പാസ്റ്റിലായിരിക്കും നമ്മൾ പറയുക. അത് എങ്ങനെയായിരിക്കും വരുന്നത്, ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഐ വുഡ് ഹാവ് പാസ്റ്റ്. മിക്സഡ് കണ്ടീഷനിൽ വരുമ്പോഴേക്കും പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഒക്കെ വരും. അപ്പൊ അതെങ്ങനെ ആയിരിക്കും വരിക, ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഐ വുഡ് പാസ് നൗ. അങ്ങനെ ആയിരിക്കും നമ്മൾ പറയുക. പിന്നെ നമുക്ക് ഇതിന്റെ പൊസിഷൻ എവിടെയാണ് നമ്മൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടിപ്പിക്കലി പ്ലേസ്ഡ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി, അതായത് കൂടുതൽ നമ്മൾ ബിഗിനിങ്ങിലായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഇഫ് ക്യാൻ ബി പ്ലേസ്ഡ് ആഫ്റ്റർ ദി മെയിൻ ക്ലോസ്. അങ്ങനെ അതായത് മെയിൻ ക്ലോസ് മുന്നേ നമ്മളത് യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ട് നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് പൊസിഷൻ പറഞ്ഞിരിക്കുന്നത്. കൂടുതലും ഇഫ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലായിരിക്കും കേട്ടോ. അപ്പൊ സിമ്പിൾ സെന്റൻസ് കണ്ടോ, ഇഫ് ഇറ്റ് ഈസ് സണ്ണി വി വിൽ ഗോ. കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, ഇഫ് ഐ ഡോണ്ട് സ്റ്റഡി ഐ വോണ്ട് പാസ്. പിന്നെ ഇൻവേർട്ടഡ് കണ്ടീഷനിൽ കണ്ടോ, ഐ വുഡ് അറ്റൻഡ് ഇഫ് യു ഇൻവൈറ്റ് മീ. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇങ്ങനെയുള്ള സെന്റൻസുകളിലായിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഇഫ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം എക്സാമ്പിൾ ആയിട്ട് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇത് കണ്ടോ, മെയിൻ ക്ലോസ് കഴിഞ്ഞിട്ട് വരുന്നതും ഇവിടെ തന്നിട്ടുണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പൊ അത്രയാണ് നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് തന്നിരുന്ന എന്ത് കൺജങ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത്രയൊന്ന് നോക്കി വെക്കുക മെയിൻ ആയിട്ടുള്ള. അപ്പൊ അതിനകത്ത് ആൻഡ് ദെയർഫോർ അതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. ആൻഡ് ഒക്കെ മിക്കപ്പോഴും എക്സാമിന് നമുക്ക് കണ്ടിട്ടുള്ളത്, ക്ലോസ് ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. അപ്പൊ അത്രയാണ് നമ്മുടെ ഈ 4ാമത്തെ യൂണിറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇപ്പൊ നമ്മൾ കണ്ട ലിങ്കിങ് വേർഡ്സ് ഞാൻ പറഞ്ഞല്ലായിരുന്നു, സെന്റൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളത് കണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന അതിന്റെ ആൻസർ ഇതുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ 5ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്ന മാനേജിങ് ഇത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് പറഞ്ഞിരിക്കുന്നത്. മാനേജിങ് ഇത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അപ്പം ഒരു ഓർഗനൈസേഷൻ എങ്ങനെ ആയിരിക്കും, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു ഓർഗനൈസേഷൻ എടുക്കുമ്പോൾ അതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് ഇതുണ്ട് ഇവർ തന്നിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങളെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. മാനേജിങ് പീപ്പിൾ അറ്റ് ഓൾ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, മോട്ടിവേറ്റിംഗ് ടീം ഉണ്ടായിരിക്കും, ഡൈനാമിക്സ് ഓഫ് ലീഡർഷിപ്പ്, പിന്നെ മാനേജിങ് കോൺഫ്ലിക്ട് ഉണ്ടായിരിക്കും, ടേക്കിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ഡിസിഷൻസ് ഒക്കെ ആയിരിക്കും എവിടെ നടക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഈ യൂണിറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ആൻഡ് ലീഡ്, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിവിടെ ശ്രദ്ധിക്കണം, കോമ്പീറ്റേഴ്സ് അവിടെ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഡിസ്ക്രീഷൻ ഉണ്ടായിരിക്കും, പിന്നെ ആറ്റിറ്റ്യൂഡ്, ഹോണസ്റ്റി ആൻഡ് ഓപ്പൺനെസ്, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ എവിടെ ഉള്ളതാണ് ഒരു ഓർഗനൈസേഷൻ ഉള്ളത്. അപ്പൊ ഇതൊക്കെ ഫേസ് ചെയ്യണം, അത് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ടാകും, അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്.
അപ്പം ഇവിടെ ഈ വാമപ്പിനകത്ത് പറഞ്ഞിരിക്കുന്ന റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റേറ്റ് യുവർ സെൽഫ് ഓൺ സ്കെയിൽ ഓഫ് 1 to 5 ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കോമ്പീറ്റ്നസ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ അങ്ങനെ പറഞ്ഞിട്ട് പല സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടില്ലേ. അപ്പൊ ഇതിനകത്ത് നിങ്ങളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കും എന്നുള്ളതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾ പിന്നെ കൊടുത്തു നോക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതേപോലുള്ള ഈ കാര്യങ്ങളെ പറ്റി, അതായത് കോമ്പീറ്റ്നസ്, ഡിസ്ക്രിപ്ഷൻ, നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ ചെന്ന് കഴിയുമ്പോഴേക്കും അത് എങ്ങനെ ആയിരിക്കും, എങ്ങനെ നമുക്ക് അവിടെ വർക്ക് ചെയ്യാം, എന്തൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, എങ്ങനെ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാം, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പം ആദ്യമേ ഇവിടെ ഒരു കാര്യം, അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരു മാനേജറുടെ റോൾ എന്താണെന്നാണ് ഒരു പാരഗ്രാഫ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് റോൾ ഓഫ് മാനേജർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ്ലി റിലേറ്റഡ് ടു ദ പവേഴ്സ് ദാറ്റ് ആർ ഗിവൺ അറ്റ് ദി ഡിഫറെന്റ് ലെവൽ ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പൊ മാനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എന്തായിരിക്കും, അവർക്കൊരു പവർ ഉണ്ടായിരിക്കും. അപ്പൊ അത് പല ലെവലിലായിരിക്കും വരുന്നത്. ടോപ്പ് ലെവലുണ്ട്, മിഡിൽ ലെവലുണ്ട്, ലോവർ ലെവലുണ്ട്, അങ്ങനെ പല ലെവൽ മാനേജ്മെന്റ് ഉണ്ട്. അപ്പൊ ഓരോ ലെവൽ മാനേജ്മെന്റിനും എന്തുണ്ടായിരിക്കും, അവരുടേതായ ഒരു പവർ അവർക്ക് ഉണ്ടായിരിക്കും, ബാക്കിയുള്ള സബോർഡിനേറ്റിനെ ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇത് ഫംഗ്ഷൻ ഓഫ് ദി മാനേജർ ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ആസ്പെക്ട്. ദ ഫോർമൽ ഫംഗ്ഷൻ are when contract delegate duties, express opinion and take judicious decisions. അപ്പൊ ഫോർമൽ ആക്ഷൻസിനകത്ത് എന്തൊക്കെയായിരിക്കും വരുന്നത്, അവരുടെ ഡ്യൂട്ടീസ്, കാര്യങ്ങളും ഒപ്പീനിയൻസും, ഇപ്പൊ എന്തെങ്കിലും ആക്ഷൻസ് ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനകത്ത് വരുന്നതാണ്, ഫോർമൽ ഫംഗ്ഷനകത്ത് വരുന്ന മാനേജർ. ഇനി ഇൻഫോർമൽ ഫംഗ്ഷനകത്ത് എന്തൊക്കെയായിരിക്കും വരുന്നത്, അയാളുടെ സ്റ്റൈലും എബിലിറ്റി ടു ഇൻഫ്ലുവൻസും, അതേപോലെ തന്നെ കൺസേൺ ഫോർ കൊളീഗ്സ് അറ്റ് ഓൾ ലെവൽസ്, അതൊക്കെ എന്തിനകത്ത് വരുന്നതാണ്, നമ്മുടെ ഈ ഇൻഫോർമലിനകത്ത് വരുന്നതാണ്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെക്കുക, കാരണം ഇതൊക്കെ ഷോർട്ടസ്റ്റ് പാർട്ടിൽ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ. മാനേജർ ലീഡ് ഇത് ടീം വിത്ത് എക്സാമ്പിൾ ആൻഡ് ടേക്ക് ദ ബിസിനസ് ടുവേർഡ്സ് ദ ഗോൾ ഇൻസ്പൈർഡ് ആൻഡ് ഓഫ് എക്സ്പെക്ടഡ് ഫോർ അൺഎക്സ്പെക്ടഡ് changes in the process he or she achieve the personal as well as company objective. അപ്പൊ മാനേജർ എന്ന് പറയുന്നത് എന്തായിരിക്കും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്, കമ്പനിയുടെ ഗോൾ, അപ്പൊ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അയാൾ ചെയ്യുക. The manager should be able to deal intelligently with the tricky situation, keeping in mind existing conflict of interest in the organization. അപ്പം എന്തൊരു സിറ്റുവേഷൻ വന്നാലും അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിലുള്ള ആളായിരിക്കണം എന്തെന്ന് പറയുന്നത്, മാനേജർ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാനും അത് മുൻപോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിവുള്ള തരത്തിലുള്ള ഒരാളായിരിക്കണം മാനേജർ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനെ മാനേജർ ആണ് എന്നുണ്ടെങ്കിൽ ആ റോളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് തന്നെ മാനേജിംഗ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് വേണം. മാനേജിംഗ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ റെഫർ ടു ദ പ്രോസസ് ഓഫ് ഡിസൈനിങ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻഡ് ഓർഗനൈസേഷൻ ഹൈറാർക്കി, റോൾ ആൻഡ് റിലേഷൻഷിപ്സ് ടു അച്ചീവ് ദ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്. അപ്പം എങ്ങനെയാ നമ്മൾ ഒരു ഓർഗനൈസേഷനെ മാനേജ് ചെയ്യും, ഇപ്പൊ നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം കൂടെ കണ്ട ഒരൊറ്റ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞിരിക്കുക. അതായത് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, മാനേജിങ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് ആരുടെ റോള് വരിക, മാനേജറുടെ റോള് വരിക. അപ്പം എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്, ഡിസൈനിങ് വരുന്നുണ്ട്. അപ്പൊ ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും, എംപ്ലോയീസിനെയൊക്കെ എന്താ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുക, അതൊക്കെ എന്തിനകത്ത് ഡിസൈനിങ് ആയിട്ട് നമുക്ക് വരാം. അതേപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുക, അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കത്തില്ല, ടാസ്ക് ഒക്കെ ഡിവൈഡ് ചെയ്ത് ചെയ്യിപ്പിക്കുക, പിന്നെ അത് അങ്ങനെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. പിന്നെ റോൾസ്, റിലേഷൻഷിപ്പ്, അപ്പൊ അതൊക്കെ കൊണ്ടുപോകുന്ന എന്തിനു വേണ്ടിയിട്ടാ, അച്ചീവ് ഇറ്റ്സ് ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്. അതാണ് ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഒക്കെ ഇടുന്നുണ്ട്. ഹൈറാർക്കിക്കൽ ഉണ്ട്, ഫ്ലാറ്റ് ഉണ്ട്, മെട്രിക്സ് ഉണ്ട്, ഫങ്ഷണൽ ഉണ്ട്, ഡിവിഷണൽ ഉണ്ട്, അതേപോലെ തന്നെ ടീം ബേസ്ഡ് സ്ട്രക്ചർ ഉണ്ട്, ഹൈബ്രിഡ് സ്ട്രക്ചർ ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പം എന്റെ ഈ ഒരു ഡെഫിനിഷൻ മാത്രമെങ്കിലും ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ സെന്റൻസുകൾ നിങ്ങൾ കൊടുക്കുക. അതായത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു മാനേജർക്ക് എന്തൊക്കെ കാര്യങ്ങൾ വരും, എങ്ങനെയൊക്കെയാണ് അയാൾ ആ ഒരു കമ്പനീനെ സക്സസ്ഫുള്ളി മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടൊന്ന് നോക്കി വെക്കുക. പിന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്ന മെമ്മോറാണ്ടം എന്ന് പറഞ്ഞ കാര്യം. അതായത് നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു CV പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു മെമ്മോ
വെച്ചിട്ട് ലെറ്റർ പ്രിപ്പയർ ചെയ്ത് നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ എന്താ ഈ മെമ്മോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മെമ്മോറാണ്ടം അല്ല മെമ്മോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? മെമ്മോറാണ്ടം ഈസ് എ ബ്രീഫ് ഫോർമൽ ഡോക്യുമെന്റ് യൂസ്ഡ് ഫോർ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. അപ്പൊ എന്തായിരിക്കാം ഇതെന്ന് പറയുന്ന ഒരു ഫോർമൽ ഡോക്യുമെന്റ്. എവിടെ ഉള്ളത്? ഒരു ഓർഗനൈസേഷനിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മെമ്മോറാണ്ടം അല്ലെ മെമ്മോ എന്ന് പറയുന്നത്. മെമ്മോറാണ്ടം ഈസ് എ ബ്രീഫ് ഫോർമൽ ഡോക്യുമെന്റ് യൂസ്ഡ് ഫോർ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ വിത്തിൻ ആൻ ഓർഗനൈസേഷൻ. അപ്പൊ ഇതിന്റെ പർപ്പസ് എന്തൊക്കെയാണെന്നുള്ള അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് മെമ്മോ എന്ന് അറിയപ്പെടുന്നത്, എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാന്നുള്ളൂ. കാരണം ഇതേമാതിരിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് മെമ്മോ ഒക്കെ ഒന്ന് നോക്കി വെക്കണം കേട്ടോ. നല്ലതായിരിക്കും മെമ്മോസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത്. ഇപ്പൊ പർപ്പസ് ആയിട്ട് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ടു ഇൻഫോം ഓർ അപ്ഡേറ്റ് കൊളീഗ്സ് ഓർ മാനേജ്മെന്റ്. പിന്നെ എന്താണ്? ടു റിക്വസ്റ്റ് ആക്ഷൻ ഓർ അപ്രൂവൽ. പിന്നെ ടു ഡോക്യുമെന്റ് ഡിസിഷൻസ് ഓർ പോളിസീസ്. ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഓർ ഗൈഡൻസ്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നത് അതിനാണ് നമ്മൾ മെമ്മോ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ കോളേജിലൊക്കെ ആണെങ്കിലും എന്താണ് മെമ്മോസ് വരും. അപ്പൊ അതെന്തായിരിക്കും? അവിടെയുള്ള സ്റ്റാഫിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടോ ഉള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും അതിനകത്ത് വരിക. അപ്പൊ അതിന്റെ പർപ്പസ് തന്നെ എന്തൊക്കെയാണ്? ഇൻഫോം അല്ലെ അപ്ഡേഷൻ തരിക എന്നുള്ളത്. അതേപോലെ തന്നെ എന്തെങ്കിലും റിക്വസ്റ്റുകൾ അപ്രൂവൽ ആയിരിക്കാം. പിന്നെ എന്തെങ്കിലും ഡിസിഷൻസ് അല്ലെ പോളിസീസോ ആയിരിക്കാം. അതേപോലെ തന്നെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഗൈഡൻസ് ആയിരിക്കും വരുന്നത്. അതൊക്കെയാണ് എന്തിന്റെ പർപ്പസ്? മെമ്മോയുടെ പർപ്പസ് വരുന്നത്. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്, അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു മെമ്മോ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള സ്ട്രക്ചർ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് വേണ്ടത്? ഹെഡിങ് ഉണ്ട്. അപ്പൊ ഹെഡിങ്ങിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഹെഡിങ് ടു, ഫ്രം, ഡേറ്റ്, സബ്ജക്ട്. അത്രയും കാര്യങ്ങളാണ് ഹെഡിങ്ങിനകത്ത് വരുന്നത്. അതായത് ടു അഡ്രസ് ഉണ്ട്, ഫ്രം ഉണ്ട്, ഡേറ്റ് ഉണ്ട്, സബ്ജക്ട് ഉണ്ട്. അത്രയും ഒരു ഹെഡ് പോർഷൻ പോലെ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻട്രൊഡക്ഷൻ, അതായത് ഒരു സമ്മറി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണ്? മൂന്നാമത്തെ ബോഡിയാ പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ആ ഒരു കാര്യം, അതായത് ക്ലിയർ, കൺസൈസ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ബോഡി എന്താണോ അത് നമ്മൾ പറഞ്ഞിരിക്കണം. പിന്നെ എന്താ വരുന്നത്? കൺക്ലൂഷൻസ്. പിന്നെ ലാസ്റ്റ് എന്താ വരുന്നത്? സിഗ്നേച്ചർ ഓർ ഓതറൈസേഷൻ ആയിരിക്കും ലാസ്റ്റ് വരുന്നത്. അപ്പം അതിന്റെ കീ എലമെന്റ്സ് കണ്ടോ? ക്ലിയർ പർപ്പസ് ആൻഡ് സ്കോപ്പ് ആയിരിക്കണം, കൺസൈസ് ലാംഗ്വേജ് ആയിരിക്കണം, റിലവന്റ് ഫാക്ട് ആൻഡ് ഡേറ്റ ആയിരിക്കണം, ഒബ്ജക്റ്റീവ് ടൂൺ ആയിരിക്കണം, പ്രോപ്പർ ഫോർമാറ്റിംഗ് ആൻഡ് ലേ ഔട്ട് ആയിരിക്കണം. പിന്നെ ടൈപ്പ് ഓഫ് മെമ്മോസ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് വരുന്നുണ്ട്. ഇൻഫോർമൽ ഉണ്ട്, ഡിസിഷൻ മെമ്മോ ഉണ്ട്, ആക്ഷൻ ഉണ്ട്, പോളിസി ഉണ്ട്, പിന്നെ റിക്വസ്റ്റ് മെമ്മോ എന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തിലുള്ളതാണ്. അതിന്റെ ഫോർമാറ്റ് വരുമ്പോഴേക്കും നമ്മൾ ബിസിനസ് ലെറ്റർ ഫോർമാറ്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഫോണ്ട് വരുമ്പോഴേക്കും ഏരിയലോ കാലിബറി അല്ലെങ്കിൽ ടൈംസ് ന്യൂ റോമനോ ആയിരിക്കണം യൂസ് ചെയ്യുക. ഫോണ്ട് സൈസ് 10 to 12 പോയിന്റ്സിൽ നിൽക്കണം. മാർജിൻ വരുമ്പോൾ 1 to 2 ഇഞ്ചസ് ആയിരിക്കണം. സ്പേസിങ് വരുമ്പോൾ ഡബിൾ സ്പേസ് ആയിരിക്കണം. അങ്ങനെ കുറെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ എന്താ കമ്പ്യൂട്ടറൈസ്ഡ് നമ്മൾ ചെയ്യുമ്പോഴേക്കും. അപ്പൊ അല്ലാതെ വരുമ്പോൾ നിങ്ങളിപ്പം എങ്ങനെയാണ് മെമ്മോ എഴുതാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നാണ് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ അറിഞ്ഞിരിക്കുക. അപ്പൊ എന്തൊക്കെ വേണമെന്നാണ് നമ്മൾ കണ്ടത്? ഹെഡിങ് ഉണ്ട്. അപ്പൊ ആ ഹെഡിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ടു, ഫ്രം, ഡേറ്റ്, സബ്ജക്ട്, പിന്നെ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ, സിഗ്നേച്ചർ. അപ്പൊ ഇങ്ങനെ 5 പാർട്ടായിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. മെമ്മോറാണ്ടം എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കണ്ടോ? ഫ്രം ഉണ്ട്, ടു ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, ഡേറ്റ് ഉണ്ട്. അപ്പൊ ഇത് ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെ തന്നിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ കറക്റ്റ്
അപ്പൊ ഇവിടുത്തെ മെമ്മോറാണ്ടം ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ ഫ്രം ഉണ്ട്, ടു ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, ഡേറ്റും വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ എന്തായിരിക്കും ഇൻട്രൊഡക്ഷൻ പാർട്ടിന്റെ അത് സമ്മറി, എന്തിനെ പറ്റിയാണ് നമ്മൾ കൊടുക്കുന്ന സമ്മറി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബോഡി മെയിൻ കാര്യങ്ങൾ നമ്മൾ പറയും. എന്നിട്ട് ലാസ്റ്റ് എന്താണ് അതിനെ നമ്മൾ കൺക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പം അത്രയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് ഇപ്പം എന്തോ കൺക്ലൂഷൻ നമുക്ക് സിഗ്നേച്ചർ പോർഷൻ ഒന്നും തന്നിട്ടില്ല. അപ്പൊ എന്തും കൂടെ വരുന്നുണ്ട്, നമുക്ക് സിഗ്നേച്ചർ പോർഷനും കൂടെ നമുക്ക് മെമ്മോയ്ക്കകത്ത് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആയിരിക്കും നമ്മളൊരു മെമ്മോ എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഈ യൂണിറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് യൂണിറ്റിലും മെമ്മോനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 6ാമത്തെ യൂണിറ്റ് റൈറ്റിംഗ് മെമ്മോസ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. ഉണ്ടോ? ഇവിടെ ഒരു മെമ്മോയുടെ എക്സാമ്പിൾ തന്നിരിക്കുന്നുണ്ട്. മെമ്മോറാണ്ടം, ഡേറ്റ് ഉണ്ട്, ഫ്രം ഉണ്ട്, ടു ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്. എന്നിട്ട് അതിന്റെ കണ്ടന്റ് കണ്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫോർമാറ്റ് ആയിരിക്കും നമുക്ക്, ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ മെമ്മോസ് പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അതായത് നിങ്ങളുടെ ഇത് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ 6ാമത്തെ യൂണിറ്റ്, 6ാമത്തെ യൂണിറ്റിലാണ്. 6ാമത്തെ യൂണിറ്റിൽ കിടപ്പുണ്ട് മെമ്മോസ് പ്രിപ്പയർ ചെയ്യുന്നത് പറ്റി. എന്റെ 125ാമത്തെ പേജ് നമ്പറിൽ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഫോർമാറ്റ് മാത്രം ഒന്ന് നോക്കി വെക്കുക. കണ്ടന്റ് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ഗ്രാമർ പോർഷൻ ആണ് വരുന്നത്, മോഡൽസ്. അപ്പം മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? മോഡൽ വെർബ്സ്. The modal verbs are also known as modal verbs are auxiliary verbs that express modality indicating possibility, ability, permission, obligation or necessity. എന്തായിരിക്കും? ഒന്നെങ്കിൽ പെർമിഷനോ അല്ലെങ്കിൽ എന്താ പോസിബിലിറ്റിയോ ഒബ്ലിഗേഷൻ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ്സ് ആണ് എന്തെന്ന് പറയുന്ന മോഡൽ വെർബ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽ വെർബ്സുകൾ ഏതൊക്കെയാണ്? ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷാൾ, ഷുഡ്, വിൽ, വുഡ്, മസ്റ്റ്, ഔട്ട് ഗോ. ഇത്രയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മോഡൽ വെർബ്സ്. അപ്പൊ ഇത് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഈ സെയിം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ അതിന്റെ ഡെഫിനേഷൻ ഒക്കെ ഉൾപ്പെടെ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്ന മോഡൽ വെർബ്സ് ആർ സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് ഓക്സിലറി വെർബ്സ്. വി ക്യാൻ യൂസ് ദം ബിഫോർ other verbs to express certain meanings. For example, permission, ability, possibility and certainty. അവിടെയൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? നമ്മൾ മോഡൽ യൂസ് ചെയ്യുക. അപ്പം ഇതിനകത്ത് കണ്ടോ തന്നിരിക്കുന്ന ക്യാൻ ഉണ്ട്, കുഡ് ഉണ്ട്, വുഡ് ഉണ്ട്, വില്ലുണ്ട്, ഷാൾ ഉണ്ട്, ഷുഡ് ഉണ്ട്, മേ ഉണ്ട്, ഹാവ് ഗോട്ട് ടു ഉണ്ട്, മസ്റ്റ് ഉണ്ട്, നീഡ് ഉണ്ട്. അപ്പം അത് മീനിങ് എവിടെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് അവര് ബ്രാക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ നമ്മുടെ ക്യാൻ ആണ്. ക്യാൻ എന്ന് പറയുന്നത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് അവര് പറഞ്ഞിരിക്കുന്നത് എബിലിറ്റി, റിക്വസ്റ്റ്, പെർമിഷൻ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ക്യാൻ എന്ന് പറയുന്ന മോഡൽ വെർബിനെ നമ്മൾ യൂസ് ചെയ്യുക.
അപ്പൊ ക്യാൻ എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ എബിലിറ്റി അല്ലെ പെർമിഷൻ അല്ലെ പ്രോബബിലിറ്റി കേസിൽ നമുക്ക് എന്തിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാനിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ എബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഒരു എബിലിറ്റി നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും? അപ്പം ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് നമുക്ക് പറയാം. പിന്നെന്താണ്? പെർമിഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ആയിരിക്കാം ക്യാൻ ചേർത്ത് നമ്മൾ പറയുക? ക്യാൻ ഐ ഗോ ടു ദി വാഷ്റൂം. പിന്നെ ഒരു പ്രോബബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ് കനോട്ട് ബി മാർക്ക്, ഹി ഈസ് ഇൻ ലണ്ടൻ. അങ്ങനെയുള്ള പ്രോബബിലിറ്റിക്കകത്ത് നമുക്ക് എന്തിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ക്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ എല്ലാം കൂടെ കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാനത് സെപ്പറേറ്റ് ചെയ്തങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് കുഡ് എന്നുള്ളത് നമ്മൾ എവിടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അത് നമ്മൾ പാസ്റ്റ് എബിലിറ്റി, അതേപോലെ തന്നെ പാസ്റ്റ് പെർമിഷൻ, പ്രോബബിലിറ്റി, റിക്വസ്റ്റ്, അവിടെയൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? കുഡ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ പറഞ്ഞ പാസ്റ്റ് എബിലിറ്റിക്കകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഹി കുഡ് സ്വിം വെൻ ഹി വാസ് 6 years old. അപ്പൊ എന്താ കഴിഞ്ഞ കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? കുഡ് നമുക്ക് യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ പാസ്റ്റ് പെർമിഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുക? ഹി കുഡ് ഗോ ടു ദ തിയേറ്റർ. ഇനി പ്രോബബിലിറ്റിക്കകത്താണ് എങ്ങനെ നമുക്ക് പറയാം? ഹി കുഡ് ഗെറ്റ് മച്ച് ഹോട്ടർ ഇൻ ജൂലൈ. ഇനി റിക്വസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും? ഐ കുഡ് ലെൻ യു മൈ നോട്ട്ബുക്ക്. പിന്നെ നമുക്ക് മേ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പെർമിഷൻസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ എങ്ങനെയാണ്? മേ ഐ കം ഇൻ എന്ന് നമ്മൾ പറയാറില്ലേ, അത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ എന്താണ്? പ്രോബബിലിറ്റിക്കകത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. പ്രോബബിലിറ്റി, അത് പ്രോബബിലിറ്റി ആയിരിക്കും അവിടെ നമ്മൾ പറയാം. അപ്പൊ എങ്ങനെ ആയിരിക്കും ഇപ്പൊ നമ്മൾ പറയാ? ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ. അങ്ങനെ നമുക്ക് സെന്റൻസ് വേണേ പറയാം. ഇനി മസ്റ്റ് വരുമ്പോഴേക്കും എങ്ങനെ ആയിരിക്കും നമ്മൾ പറയാ? ഫസ്റ്റ് വരുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? വി മസ്റ്റ് അറ്റൻഡ് ഹിസ് മാരേജ്, അല്ല യു മസ്റ്റ് നോട്ട് സ്പ്ലിറ്റ് ദിസ് സോൺ. അങ്ങനെയൊക്കെ നമുക്ക് എന്താ മസ്റ്റ്, നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ ഷുഡ് നമുക്ക് എങ്ങനെ പറയാം? അത് അഡ്വൈസ് ഒക്കെ കൊടുക്കാനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അതെങ്ങനെയായിരിക്കും നമ്മൾ ഷുഡ് യൂസ് ചെയ്യുക? യു ഷുഡ് അറ്റൻഡ് ദ ക്ലാസ് മോർ റെഗുലർ. അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലേ? പിന്നെ എങ്ങനെ നമുക്ക് പറയാം? യു ഷുഡ് ഡ്രിങ്ക് എ ലോട്ട് ഓഫ് വാട്ടർ. അപ്പൊ എന്തായാലും നമ്മൾ അഡ്വൈസ് കൊടുക്കുമായിരിക്കും ചെയ്തത്. നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്തിരിക്കണം എന്ന് നമ്മൾ പറയുക. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഷുഡ് നമ്മൾ യൂസ് ചെയ്യും. ഇനി വില്ല് നമ്മൾ കൊടുക്കുക, അതായത് പ്രഡിക്ഷൻ അല്ലെ സ്പോണ്ടേനിയസ് ഡിസിഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വില്ല് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ എങ്ങനെയായിരിക്കും യൂസ് ചെയ്യുന്നത്? യു വിൽ റിമെമ്പർ യുവർ ഹോൾ ലൈഫ്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ജോൺ വിൽ പ്ലേ ഫുട്ബോൾ ടുമോറോ. അപ്പം അങ്ങനെ നമ്മൾ ഒന്നെങ്കിൽ പ്രഡിക്ഷന് വേണ്ടിയിട്ട് അല്ലെ സ്പോണ്ടേനിയസ് ഡിസിഷൻ ഒക്കെ എടുക്കാനൊക്കെ ആയിരിക്കും നമ്മൾ എന്തിനെ യൂസ് ചെയ്യുക? വില്ലെന്ന് പറയുന്ന വെർബ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഇതുണ്ട്, ഇവിടെ മോഡൽ വെർബിന്റെ കോമ്പിനേഷൻ തന്നിട്ടുണ്ട്. ക്യാൻ പ്ലസ് വെർബ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പൊ എങ്ങനെയാ വരുന്നത്? ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പം അതിന് മുന്നേ എന്തുണ്ട്? സബ്ജക്റ്റ് ഉണ്ട്, പിന്നെ ക്യാൻ ഉണ്ട്, വെർബ് ഉണ്ട്. അപ്പം ഐ ക്യാൻ സ്പീച്ച് ഇംഗ്ലീഷ്. പിന്നെ കണ്ടോ, കുഡ് ആണെന്നുണ്ടെങ്കിൽ കുഡ് പ്ലസ് വെർബാ കൊടുക്കുന്നത്. എങ്ങനെ കൊടുത്തിരിക്കുന്നത്? ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി. പിന്നെ മേ വരുമ്പോഴേക്കും കൊടുത്തിരിക്കുന്നുണ്ട്, മേ പ്ലസ് വെർബാണ് വരുന്നത്. എങ്ങനെ കൊടുത്തിരിക്കുന്നത്? ഐ മേ അറ്റൻഡ് ഇത മീറ്റിംഗ്. ഇനി മൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നത്? മൈറ്റ് പ്ലസ് വെർബാണ്. അതെങ്ങനെ കൊടുത്തിരിക്കുന്നത്? ഐ മൈറ്റ് അറ്റൻഡ് ദ മീറ്റിംഗ്. ഷുഡ് വരുമ്പോഴേക്കും കണ്ടോ, ഷുഡ് പ്ലസ് വെർബ് വരുമ്പോഴേക്കും ഐ ഷുഡ് ഫിനിഷ് മൈ ഹോംവർക്ക്. അപ്പൊ ഇതെല്ലാം എങ്ങനെയാണ് വരുന്നത്? സബ്ജക്റ്റ് പ്ലസ്
നമ്മുടെ മോഡൽ വെർബ് പ്ലസ് വെർബ് ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പൊ സബ്ജക്ട് ഇപ്പൊ ഐ ആണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ സ്പീക്ക്. സ്പീക്ക് എന്ന് പറയുന്നത് എന്താണ്? അവിടുത്തെ വെർബാണ്. അപ്പൊ എന്താണ് എന്നുള്ളതും കൂടെ അവിടെ പറയുക. അപ്പൊ അങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യും? മോഡൽ വെർബിന്റെ കോമ്പിനേഷൻ വരിക, അതിന്റെ യൂസേജ് നമുക്ക് വരിക. ഈ പറഞ്ഞതുപോലെ ഇത് യൂസ് ചെയ്യുന്ന സിറ്റുവേഷനും കൂടെ ജസ്റ്റ് നോക്കി. എബിലിറ്റി, ഇപ്പൊ എബിലിറ്റി വരുമ്പോഴേക്കും നമ്മൾ കണ്ടു ക്യാൻ കുഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ കണ്ടു. അപ്പൊ അതെങ്ങനെയാന്ന് കണ്ടോ? ഷീ ക്യാൻ സ്പീക്ക് ഫ്രഞ്ച്. പെർമിഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്, മോഡൽ വെബ്സ് ആണ് മേ, മൈറ്റ്, ക്യാൻ. അപ്പൊ നമ്മൾ എന്താണ് ഒരു സെന്റൻസ് വായിച്ചു നോക്കി അത് എന്ത് തരത്തിലുള്ള സെന്റൻസ് ആണെന്ന് നമ്മൾ ആദ്യമേ ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ ഒരു എബിലിറ്റിനെ പറയാനാണോ, അല്ലെ അതൊരു പെർമിഷൻ ആണോ, അല്ലെ അതൊരു പോസിബിലിറ്റി ആണോ, അല്ലെ അതൊരു ഒബ്ലിഗേഷൻ ആണോ, അത് എന്ത് തരത്തിലുള്ള സെന്റൻസ് ആണ്, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമ്മളത് ആദ്യമേ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ വെച്ചിട്ട് വേണം നമ്മൾ എന്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ വെബ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന എബിലിറ്റി. അപ്പൊ എബിലിറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് വെർബ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ക്യാനും കുഡും ഉണ്ട്. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. എബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ എബിലിറ്റി എന്ന് പറയുമ്പോൾ ഷീ ക്യാൻ സ്പീച്ച് ഫ്രഞ്ച്. ഇനി അതേപോലെ തന്നെ പെർമിഷൻ ആണെന്നുണ്ടെങ്കിൽ പെർമിഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 3 വെർബുകൾ എന്ന് പറയുന്ന മോഡൽ വെബ്സ് എന്ന് പറയുന്ന ഏതൊക്കെയാണ്? മേ, മൈറ്റ്, ക്യാൻ. അപ്പൊ ക്യാൻ എന്തിനകത്ത് വരുന്നുണ്ട്? പെർമിഷനകത്ത് വരുന്നുണ്ട്. അപ്പം എന്താണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ? യു മേ ഗോ നൗ. പിന്നെ പോസിബിലിറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സ്, മോഡൽ വെബ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? മേ, മൈ, കുഡ്. ഇതാണ് പോസിബിലിറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നുണ്ട്? ഇറ്റ് മേ റെയിൻ ടുമോറോ. അതെന്താണ്? ഒരു പോസിബിലിറ്റി ആണ്. പിന്നെ ഒബ്ലിഗേഷൻ വരുമ്പോഴേക്കും എന്താണ് അവിടെ വരുന്ന മോഡൽ വെബ്സ് എന്തൊക്കെയാണ്? മസ്റ്റ് ഉണ്ട്, ഷുഡ് ഉണ്ട്, ഔട്ടും ഉണ്ട്. അപ്പൊ അതിന് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നുണ്ട്. യു മസ്റ്റ് ഫിനിഷ് യുവർ ഹോംവർക്ക്. നെസിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽ വെബ്സ് എന്ന് പറയുന്നത് മസ്റ്റ്, ഷുഡ്, ഹാവ് ടു ആയിരിക്കും. അപ്പൊ എങ്ങനെ നമ്മൾ പറയുക? എക്സാമ്പിൾ ഒരെണ്ണം കൊടുത്തിരിക്കുന്നുണ്ട്. ഐ ഹാവ് ടു അറ്റൻഡ് ഇൻ ദ മീറ്റിംഗ്. ഇനി പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ഒക്കെ പഠിച്ചില്ലായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ വില്ലൊക്കെ വെച്ചിട്ടല്ലേ യൂസ് ചെയ്തത്. അപ്പൊ അതേമാതിരി തന്നെ ഇവിടെ കണ്ടോ, പ്രഡിക്ഷൻ വരുമ്പോൾ വില്ല് അല്ലെ വുഡ് ആയിരിക്കും നമ്മൾ ഈ പ്രഡിക്ഷനകത്ത് നമ്മൾ കൊടുക്കാം. മോഡൽ വെബ്സ് എന്ന് പറഞ്ഞാൽ വില്ല്, വുഡ് ആയിരിക്കും വരുന്നത്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ? ഇറ്റ് വിൽ റെയിൻ ടുമോറോ. ഇനി അഡ്വൈസ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് വെബ്സ് എന്ന് പറയുന്നത് ഷുഡും ഔട്ടും ആണ്. അപ്പൊ എങ്ങനെയാണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്? യു ഷുഡ് ട്രൈ ദിസ് ഫുഡ്. കണ്ടോ? ഇങ്ങനെയൊക്കെയാണ്. അതായത് 7 സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. ഇതിനനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ പറഞ്ഞ മോഡൽ വെബ്സ് യൂസ് ചെയ്യുക. അപ്പം ഈ 7 സിറ്റുവേഷനും അവിടെ യൂസ് ചെയ്യുന്ന ഈ സ്റ്റേറ്റ്മെന്റും മോഡൽ വെബ്സ് നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിനകത്തൊക്കെ ചോദിക്കാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് സെന്റൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അത് എന്ത് തരത്തിലുള്ള സെന്റൻസ് ആണ്, അപ്പൊ അവിടെ എന്ത് യൂസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഈ 7 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതൊന്ന് കാണാതെ പഠിച്ചു വെക്കുക. നമുക്ക് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. റൈറ്റിംഗ് റിപ്പോർട്ട്. അപ്പം റിപ്പോർട്ടിന്റെ സ്റ്റെപ്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മളിപ്പോ ഒരു കാര്യത്തിന് റിപ്പോർട്ട് ചെയ്യുക. അതായത് ബിഫോർ യു ബിഗിൻ ടു റൈറ്റിംഗ് എ റിപ്പോർട്ട് യു മസ്റ്റ് ആസ്ക് യുവർ സെൽഫ് എ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അതായത് നമ്മളൊരു റിപ്പോർട്ട് പ്രിപ്പറേഷന്റെ സ്റ്റെപ്സ് ജസ്റ്റ് നോക്കി വെക്കുക. കാരണം എക്സാമിന് മേ ബി ചോദിക്കാൻ സാധ്യതയുണ്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അതായത് നിങ്ങൾക്ക് എന്താ പാസേജ് വെച്ചിട്ടല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. അപ്പൊ ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാനൊക്കെ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, സ്റ്റെപ്സ് ഇൻ റൈറ്റിംഗ് റിപ്പോർട്ട്സ്. അപ്പൊ ഫസ്റ്റ് ആ ഒരു പാരഗ്രാഫ് നോക്കുക. എന്താ പറഞ്ഞിരിക്കുന്നത്? ബിഫോർ യു ബിഗിൻ റൈറ്റിംഗ് എ റിപ്പോർട്ട് യു മസ്റ്റ് ആസ്ക് യുവർ സെൽഫ് എ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പർപ്പസ് ഓഫ് റിപ്പോർട്ട്. പിന്നെന്താണ്? വാട്ട് പ്രോബ്ലംസ് ആർ യു എക്സ്പെക്ടഡ് ടു സോൾവ്.
പിന്നെന്താണ് ഈസ് ഇറ്റ് ടു പാസ് ഓൺ ഇൻഫർമേഷൻ ഓർ persuade someone to take a particular course of action or to answer a question. പിന്നെ who are your readers? Then it is report due. അപ്പൊ ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുക, ഒരു റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ആഫ്റ്റർ യു ഹാവ് എ ക്ലിയർ ഐഡിയ ഓഫ് എ കൈൻഡ് ഓഫ് പ്രോബ്ലം that you are expected to investigate, you may begin in the actual work to research and കളക്ഷൻ ഓഫ് ഫാക്ട്. അപ്പൊ എന്തായിരിക്കും, നമ്മളൊരു റിപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന നമ്മുടെ കയ്യിലുള്ള പ്രോബ്ലത്തിനെ പറ്റി ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ആക്ച്വൽ വർക്കിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആക്ച്വൽ വർക്കിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിനെപ്പറ്റി കൂടുതൽ സെർച്ച് ചെയ്യുക, അതിന്റെ തിങ്സ് കളക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. ഇറ്റ് may be a good idea to write down your statement of purpose. It will help you to precise and remind you of your focus. The procedure leading to writing the report would involve 6 distinct stages. അപ്പൊ അതിനകത്ത് 6 സ്റ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? ഇൻവെസ്റ്റിഗേറ്റിംഗ് is the source of information. അപ്പം നമ്മൾ ആ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഇൻഫർമേഷന്റെ സോഴ്സ് നമ്മൾ ആദ്യമേ ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ ടേക്കിംഗ് നോട്ട്സ്, പിന്നെന്താണ് ഇന്റർപ്രറ്റിംഗ് ആൻഡ് അനലൈസിംഗ് ഇൻ ദ ഫാക്ട്, പിന്നെ റൈറ്റിംഗ് ഇൻ ദ ഔട്ട്ലൈൻ ഓഫ് ദി റിപ്പോർട്ട്, പിന്നെ റൈറ്റിംഗ് ഇൻ ദ ആക്ച്വൽ റിപ്പോർട്ട്, എഡിറ്റിംഗ് ആൻഡ് റിവൈസിംഗ് ഇൻ ദ റിപ്പോർട്ട്. ഇത്രയും സ്റ്റെപ്സിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക, ഒരു റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇവിടെ ഇതേണ്ട ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ദ മോസ്റ്റ് റിപ്പോർട്ട്സ് ഹാവ് അറ്റ്ലീസ്റ്റ് 3 and sometimes 4 parts. These include introduction, body, conclusion and recommendations. അപ്പൊ ഒരു റിപ്പോർട്ടിനകത്ത് എത്ര പാർട്സ് വരുന്നുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്? അതിനകത്ത് 4 പാർട്സ് ഉണ്ടായിരിക്കും. അപ്പൊ ആ 4 പാർട്സിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ബോഡി ഉണ്ട്, കൺക്ലൂഷൻസ് ഉണ്ട്, റെക്കമെൻഡേഷൻസ് ഉണ്ട്. ഇത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ഇത് ഇൻട്രൊഡക്ഷൻ ഷുഡ് സ്റ്റേറ്റ് ദ സബ്ജക്ട് ആൻഡ് പർപ്പസ് ഓഫ് ദി റിപ്പോർട്ട്. It may also include any background information that is necessary for the reader to follow the report. The introduction is often a good place to refer briefly to any conclusions that may be drawn. പിന്നെ ഇത് ബോഡി ഓഫ് ദി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഇത് റൈറ്റർ മസ്റ്റ് include a clearly organized account of the subject of the report. Example is the result of the survey carried out, an account of the fire and factory, the damage of life and property. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ എന്താണ് നമുക്ക് ക്ലിയർലി അവിടെ പറയേണ്ടത്? അത് ആ സബ്ജക്റ്റ് ആയിരിക്കും അവിടെ വരുന്നത്. കൺക്ലൂഷൻ വരുമ്പോഴേക്കോ സമ്മറി, അതായത് സമ്മറി ഓഫ് ദ ഫൈൻഡിങ്സ് ആൻഡ് ദ സിഗ്നിഫിക്കൻസ് ആയിരിക്കും അവിടെ കൊടുക്കുക. ഇനി ഫൈനലി റെക്കമെൻഡേഷൻസ് ആർ ഇൻക്ലൂഡഡ് എനി സജഷൻസ് that the writer may make based on the fact of the situations. അപ്പൊ എന്തായിരിക്കും റെക്കമെൻഡേഷൻ അകത്ത് വരിക? സജഷൻസ്, അതായത് റൈറ്റർക്ക് എന്തെങ്കിലും സജഷൻസ് ആ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് കൊടുക്കാനാണെങ്കിൽ അതായിരിക്കും വരിക. With the recommendations indicate any practical course of actions that may be taken. There are often the most important part of the report and their adoption or rejection depend on how they are presented. അപ്പം ഈ ഒരു ബേസിലായിരിക്കും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പം ഇതൊക്കെ ഒന്ന് നോക്കി വെക്കാം. അതായത് റിപ്പോർട്ട് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, എത്ര പാർട്സ് അതിനകത്ത് വരുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പം ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ബോഡി ഉണ്ട്, കൺക്ലൂഷൻ ഉണ്ട്, റെക്കമെൻഡേഷൻ. അപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്ജക്ട് എന്താണെന്നും അതിന്റെ പർപ്പസ് എന്താണെന്നും, അതായത് അതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അതായിരിക്കും നമ്മൾ ആദ്യമേ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വരുമ്പോഴേക്കും എന്തായിരിക്കണം? ആ സിറ്റുവേഷൻ എന്താണോ അതിന്റെ റിസൾട്ട് ആയിരിക്കും നമ്മൾ അവിടെ പറയുക. കൺക്ലൂഷൻ വരുമ്പോഴേക്കും അതിന്റെ കോമൺ ഫൈൻഡിങ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. പിന്നെ ലാസ്റ്റ് റെക്കമെൻഡേഷൻ വരുന്നത്. അപ്പൊ അതെന്തായിരിക്കും? റൈറ്ററുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും എന്തെന്ന് പറയുന്ന റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരു റിപ്പോർട്ട് റൈറ്റിങ്ങിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ 6ാമത്തെ യൂണിറ്റ് വരുന്ന മീറ്റിംഗ്സ് ആണ്. മീറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് 6ാമത്തെ യൂണിറ്റ് നമുക്ക് വരുന്നത്. അപ്പം എന്താണ് മീറ്റിംഗ് എന്നുള്ളതും എങ്ങനെയാണ് സക്സസ്ഫുള്ളി നമുക്ക് ഒരു മീറ്റിംഗ് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതും
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മീറ്റിംഗ് എന്താണെന്നുള്ള, മീറ്റിംഗ് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് നമ്മളൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, അതായത് ഓപ്പണിങ്ങിലും മിഡിലും ക്ലോസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ട ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനെ പറ്റിയൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ എടുത്താൽ നമുക്ക് ആദ്യമേ മീറ്റിംഗിന്റെ ഒരു ഡെഫിനേഷൻ നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പൊ നമ്മൾ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഇതുണ്ടോ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് മീറ്റിംഗ്സ് ആർ സെൻട്രൽ ടു ദ മോസ്റ്റ് ഓർഗനൈസേഷൻസ് ഫോർ പീപ്പിൾ നീഡ് ടു ടേക്ക് ഡിസിഷൻ ബേസ്ഡ് ഓൺ ഷെയർഡ് ഇൻഫർമേഷൻസ് ആൻഡ് ഒപ്പീനിയൻസ്, അല്ലെ? അതായത് ഒട്ടുമിക്ക ഓർഗനൈസേഷനും നമ്മൾ എന്തായിരിക്കും, മീറ്റിംഗിന്റെ ബേസിലായിരിക്കും നമ്മൾ എന്തെടുക്കുക, നമ്മളൊരു ഡിസിഷൻസ് നമ്മൾ എടുക്കുക. ചുമ്മാ ഒരാൾ തന്നെ ഇരുന്നാണ് ഒരു ഡിസിഷൻ എടുക്കുക. ഒരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷനെ എല്ലാരെയും വെച്ചിട്ട് അല്ല ഓതറൈസ്ഡ് ആയിട്ടുള്ള പേർപ്പസിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുക. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. മീറ്റിംഗ്സ് ആർ ദ സെൻട്രൽ ടു ദ മോസ്റ്റ് ഓർഗനൈസേഷൻസ് ഫോർ ദി പീപ്പിൾ നീഡ് ടു ടേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ഷെയർഡ് ഇൻഫർമേഷൻസ് ആൻഡ് ഒപ്പീനിയൻസ്. How well you present yourself and your ideas and how well you work with the other people is crucial to your career. And meeting. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കി നോക്കാം. മീറ്റിംഗ്സ് ആർ സെൻട്രൽ ടു മോസ്റ്റ് ഓർഗനൈസേഷൻ ഫോർ പീപ്പിൾ നീഡ് ടു ടേക്ക് എ ഡിസിഷൻ ബേസ്ഡ് ഓൺ ഷെയർഡ് ഇൻഫർമേഷൻസ് ആൻഡ് ഒപ്പീനിയൻസ്. അപ്പൊ ഈ മീറ്റിങ്ങിനെ പറ്റി ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ 2 മാർക്കിനൊക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പൊ മീറ്റിംഗ് എന്താന്ന് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. മീറ്റിംഗ് ആർ സെൻട്രൽ ടു മോസ്റ്റ് ഓർഗനൈസേഷൻ ഫോർ പീപ്പിൾ നീഡ് ടു ടേക്ക് എ ഡിസിഷൻ ബേസ്ഡ് ഓൺ ഷെയർഡ് ഇൻഫർമേഷൻസ് ആൻഡ് ഒപ്പീനിയൻസ്. അപ്പൊ കണ്ടക്ടിങ് എ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, കോൾ എ മീറ്റിംഗ് ഓൺലി വെൻ ഇറ്റ് ഈസ് എസെൻഷ്യൽ ആൻഡ് ബി വെരി ക്ലിയർ അബൌട്ട് ഇറ്റ് purpose. Meeting called a routine basis tend to lose their point. If you are sure you do need to call a meeting, circulate a memo several days in advance specifying either time, place and objectives issue to be discussed, other participants and preparation expected. അപ്പൊ എന്താ മീറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മെമ്മോസിന്റെ ഒക്കെ ബേസിൽ നമുക്ക് മീറ്റിംഗ് കൂട്ടാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതും അതിന്റെ ഒരു സ്പെസിഫൈ ടൈമും അതേപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ള പ്ലേസ് എന്താണെന്നുള്ള എന്ത് ഇഷ്യൂ ആണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ബാക്കി ആരൊക്കെയാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താ ഒരു മെമ്മോ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതാണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് കോൾ എ മീറ്റിംഗ് ഓൺലി വെൻ ഇറ്റ് ഈസ് എസെൻഷ്യൽ ആൻഡ് വെരി ക്ലിയർ അബൌട്ട് ഇറ്റ് പർപ്പസ്. അങ്ങനെയുള്ള മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. അതായത് മീറ്റിംഗ്സ് കോൾഡ് റുട്ടീൻ ബേസ്ഡ് ടെൻ ടു ലോസ് ദെയർ പോയിന്റ്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു എന്താ ഒരു പർപ്പസിനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതുണ്ട് മീറ്റിംഗ് ഷുഡ് ബി ഷോർട്ട്, നോട്ട് മോർ ദാൻ ആൻ അവർ. 6 is the optimum number of participants for good working meeting. മീറ്റിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതെന്ന് പറയുന്നത് കുറെ മണിക്കൂറുള്ള കാര്യമാണോ? അത് പറയുന്നത് എന്താന്ന് പറഞ്ഞിരിക്കുന്നത്? ഷുഡ് ബി ഷോർട്ട്, നോട്ട് മോർ ദാൻ ആൻ അവർ. 6 is the optimum number of participants for a good working meeting. Larger meeting can be producing and brainstorming sessions for ideas. Participants can be speak freely without feeling they will be judged. അപ്പൊ ലാർജർ മീറ്റിംഗ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിനകത്ത് പല സെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ പാർട്ടിസിപ്പൻസിന് എന്താ ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം.
പിന്നെ നെക്സ്റ്റ് ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലാംഗ്വേജ് ഫോക്കസ് ഓപ്പണിംഗ് മിഡിൽ ആൻഡ് ക്ലോസിംഗ്. അതായത് നമ്മളൊരു മീറ്റിംഗിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ലാംഗ്വേജ് എങ്ങനെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിയർ ഈസ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ടു ഓഫ് ഓപ്പണിംഗ് മീറ്റിംഗ് അലോങ് വിത്ത് സം സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓപ്പണിംഗ് മീറ്റിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് ആയിട്ട് അവർ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ദ മീറ്റിംഗ് ടെൽ എവരിബഡി ദാറ്റ് യു ആർ ഗോയിങ് ടു ബിഗിൻ. അപ്പൊ കണ്ടോ, താങ്ക് യു ഫോർ കമ്മിങ്, ഇറ്റ്സ് 10 o'clock, ലെറ്റ് us start, ഓക്കെ ഷാൽ വി ബിഗിൻ. ഒരു ഓപ്പണിംഗ് ഒരു മീറ്റിംഗ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റീവ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക ചെയ്യുന്നത്. അതായത് ടെൽ ദം വൈ യു ആർ ഹാവിംഗ് ദി മീറ്റിംഗ് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അവിടെ വരുന്നത്, അതായത് വി ആർ ഹിയർ ടുഡേ ടു ഡിസ്കസ് വാട്ട് വി വാണ്ട് ടു ഡു ടുഡേ ഇൻ റീച്ച് എ ഡിസിഷൻ, പിന്നെ അവർ എയിം ഈസ് ടു. അപ്പം അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകളായിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുക. ഇനി എന്താണ് തേർഡ് സ്റ്റെപ്പ് വരുന്നത്, എന്താണ് പ്രസന്റ് ദി അജണ്ട. അതായത് ടെൽ ദം ഇൻ ഓർഡർ ടു വാട്ട് യു ആർ ഗോയിങ് ടു ഡിസ്കസ്. അപ്പൊ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഓൺ ദി അജണ്ട യു വിൽ സീ ദർ ആർ 3 items. ഹാവ് യു ഓൾ സീ എ കോപ്പി ഓഫ് അജണ്ട. അപ്പൊ എന്തായിരിക്കും, എല്ലാവരുടെ കയ്യിൽ എന്തായിരിക്കും ഒരു കോപ്പി ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അജണ്ട പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഗെറ്റ് ദ ഇനിഷ്യൽ കോൺട്രിബ്യൂഷൻസ് ആണ് സ്റ്റെപ്പ് 4 വരെ. അതായത് ആ someone to begin the discussions. അതായത് ഡിസ്കഷൻസ് ഒക്കെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ എങ്ങനെ ആയിരിക്കും വരുന്നത്, ഐ വുഡ് ലൈക്ക് ടു ആസ്ക് സുനിധി ടു, പിന്നെ ക്യാൻ വി ഹിയർ ഫ്രം മിസ്റ്റർ ബക്ഷി. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് സെന്റൻസുകൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ 4 സ്റ്റെപ്പുകൾ ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ ലാംഗ്വേജിനകത്ത്. അതായത് ലാംഗ്വേജ് ഓപ്പണിംഗ് എ മീറ്റിംഗ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓപ്പണിംഗ് എ മീറ്റിംഗ് 4 സ്റ്റെപ്പ് മെത്തേഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മീറ്റിംഗ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് 4 സ്റ്റെപ്സ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് മീറ്റിംഗ് ഓപ്പൺ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, സെക്കൻഡ് സ്റ്റെപ്പിനകത്ത് ഒബ്ജക്റ്റീവ് എക്സ്പ്ലെയിൻ ചെയ്തു, തേർഡ് സ്റ്റെപ്പിൽ പ്രസന്റ് അജണ്ട, പിന്നെ എന്താണ് 4ാമത്തെ സ്റ്റെപ്പിൽ ഗെറ്റ് ഇനിഷ്യൽ കോൺട്രിബ്യൂഷൻസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പിന്നെ പറയുന്നുണ്ട് മീറ്റിംഗിന്റെ ഇതുണ്ട്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ, 3 സ്റ്റെപ്പ് പ്രോസസ്സിനകത്ത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ട്. 2ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ 2ാമത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇതുണ്ടോ, സ്റ്റാർട്ടിങ് ഒപ്പീനിയൻ. അതായത് ഇറ്റ് സീംസ് ടു മീ, ഇൻ മൈ വ്യൂ, ഐ ടെൻഡ് ടു തിങ്ക്, ഇറ്റ്സ് ഒബീവിയസ് ദാറ്റ്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസ് നമുക്ക് പറയാം. അതായത് ആസ്കിങ് ഫോർ ഒപ്പീനിയൻ ആണെങ്കിലും നമുക്ക് പറയാം. അപ്പൊ അതെങ്ങനെയായിരിക്കും, വുഡ് വി ഹിയർ ഫ്രം, വാട്ട് ഡു യു തിങ്ക് അബൌട്ട്, വാട്ട് ഈസ് യുവർ വ്യൂ, അങ്ങനെ പറഞ്ഞിട്ട്. ഇനി ഇന്ററപ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയായിരിക്കും ഇന്ററപ്റ്റിംഗ് കൊടുക്കുന്നത്, എക്സ്ക്യൂസ് മീ, മേ ഐ ആസ്ക് ഫോർ എ ക്ലാരിഫിക്കേഷൻ ഓൺ ദിസ്, ഇഫ് ഐ മേ ഇന്ററപ്റ്റ്, പിന്നെ സോറി ടു ഇന്ററപ്റ്റ് ബട്ട്. അങ്ങനെയൊക്കെ നമുക്ക് ഇന്ററപ്ഷൻസ് കൊടുക്കാം. പിന്നെ ഹാൻഡ്ലിംഗ് ഇന്ററപ്ഷൻസ് എങ്ങനെയായിരിക്കും, ഇന്ററപ്ഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, യെസ് ഗോ അഹെഡ്, സോറി പ്ലീസ് ലെറ്റ് ഹിം ടു ഫിനിഷ്, ക്യാൻ ഐ come to that late can I come to that later please, that is not really relevant at this. പിന്നെ മൂവിങ് ടു ഡിസ്കഷൻ ഓൺ എങ്ങനെ ആയിരിക്കും, എന്തൊക്കെ സ്റ്റേറ്റ്മെന്റുകളായിരിക്കും അവിടെ നമ്മൾ യൂസ് ചെയ്യുക, ക്യാൻ വി go on to think about, let us move on the next point. പിന്നെ ക്ലോസിംഗ് മീറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഹൗ ടു കവേർഡ് എവരിതിങ്, സോ വി ഹാവ് ഡിസൈഡ്, ഐ തിങ്ക് വി ക്യാൻ ക്ലോസ് ദ മീറ്റിംഗ് നൗ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതെന്ന് പറയുന്നത് എവിടെ വരുന്നതാണ്, അതിന്റെ സെക്കൻഡ്, അതായത് ലാംഗ്വേജ് നമ്മൾ 3 ക്ലാസിഫൈ ചെയ്യും. ഓപ്പണിംഗ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, മിഡിൽ ഉണ്ട്, ക്ലോസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് മിഡിൽ ലാംഗ്വേജിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് നമ്മളിപ്പോ കണ്ടത്. ഓപ്പണിങ്ങിനകത്ത് നമ്മൾ കണ്ടു. അപ്പൊ അതേപോലെ മിഡിലിൽ വരുമ്പോഴേക്കും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, അതായത് ഒപ്പീനിയൻ നമുക്ക് കൊടുക്കാം, സ്റ്റാർട്ട് ചെയ്യാം ഒപ്പീനിയന്, ആസ്ക് ഉണ്ട്, പിന്നെ എന്താണ് ഇന്ററപ്ഷൻസ് ഉണ്ട്, അതിന് ആൻസർ കൊടുക്കുക, അതായത് ഹാൻഡ്ലിംഗ് ഇന്ററപ്ഷൻസ് ഉണ്ട്, പിന്നെ മൂവിങ് ദ ഡിസ്കഷൻസ് ഉണ്ട്, ക്ലോസിംഗ് ദി മീറ്റിംഗ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നത്
ലാസ്റ്റ് കാര്യം, അതായത് ക്ലോസിംഗ് മീറ്റിങ്ങിനകത്ത് നമ്മൾ എങ്ങനെയാണ്, അതായത് എക്സ്പ്രസ്, നമുക്ക് ഇവിടെ എഗ്രിമെന്റ് ഡിസഗ്രിമെന്റ് നമുക്ക് മീറ്റിങ്ങിന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എഗ്രിമെന്റ് ആണ്, ഇതുണ്ട്, സ്ട്രോങ് ഉണ്ട്, ന്യൂട്രൽ, അങ്ങനെ രണ്ട് രീതിക്ക് നമുക്ക് കൊടുക്കാം. അപ്പൊ ഐ ആം ഇൻ കംപ്ലീറ്റ് എഗ്രിമെന്റ്, പിന്നെ ഐ എഗ്രി, അതായത് സ്ട്രോങ് ആയിട്ടുള്ളതാണെന്നുണ്ട് ഐ ആം ഇൻ കംപ്ലീറ്റ് എഗ്രിമെന്റ്, ഐ ക്വൈറ്റ് എഗ്രി, ഐ കുഡ് നോട്ട് എഗ്രി മോർ, അങ്ങനെയൊക്കെ ഉള്ള, അതായത് യെസ് ഡെഫിനറ്റ്ലി, എക്സാക്ട്ലി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ന്യൂട്രൽ രീതിക്കാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഐ എഗ്രി, യു ആർ റൈറ്റ് ദർ, ഐ തിങ്ക് യു ആർ റൈറ്റ്, യെസ് ആൻഡ് ദാറ്റ് ഈസ് ട്രൂ, ദാറ്റ് ഈസ് റൈറ്റ്, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഇനി ഡിസഗ്രിമെന്റ് നമ്മൾ കൊടുക്കുമ്പോൾ കണ്ടോ, സ്ട്രോങ് ആയിട്ടുള്ള, ന്യൂട്രൽ ആയിട്ടുള്ള എങ്ങനെയാണെന്ന് തന്നിട്ടുണ്ട്. ഐ ഡിസഗ്രി കംപ്ലീറ്റ്ലി, ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ദി ക്വസ്റ്റ്യൻ, ഐ വുഡ് നോട്ട് സേ ദാറ്റ് അറ്റ് ഓൾ, ഓഫ് കോഴ്സ് നോട്ട്, ദാറ്റ് ഈസ് റെഡിക്കുലസ്. ഇനി ന്യൂട്രൽ ആണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഐ ഡോണ്ട് എഗ്രി, that is not how I see it, I would not say that, I think you are wrong, I disagree. കണ്ടോ? അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് യൂസ് ചെയ്യുക, നമ്മളൊരു മീറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജുകൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞ ഈ നോട്ടിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മീറ്റിംഗ്, ഫോർമൽ, ഇൻഫോർമൽ, ടീം മീറ്റിംഗ്, ബോർഡ് മീറ്റിംഗ്, കമ്മിറ്റി മീറ്റിംഗ്, സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ്, വെർച്വൽ മീറ്റിംഗ്, കോൺഫറൻസ് കോളും, അങ്ങനെ പല തരത്തിലുള്ള മീറ്റിംഗ് ഉണ്ട്. അപ്പൊ മീറ്റിംഗിന്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ കണ്ടത്, ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, ഡിസിഷൻ മേക്ക് ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്യുക, ബ്രെയിൻ സ്റ്റോമിംഗ് മീറ്റിംഗുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെന്താണ്, കൊളാബറേഷൻ ഉണ്ട്, ഫീഡ്ബാക്ക് ഉണ്ട്, അക്കൗണ്ടബിലിറ്റി മീറ്റിംഗ് ഉണ്ട്, അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് മീറ്റിങ്ങുകളുണ്ട്. അപ്പം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മീറ്റിംഗിന്റെ പ്ലാനിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരും, അതായത് ചിലപ്പോൾ സഡൻ ആയിട്ടുള്ള മീറ്റിങ്ങുകളും ഉണ്ട്, അതേപോലെ തന്നെ മുൻപേ പ്ലാൻ ചെയ്യുന്ന മീറ്റിംഗ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അപ്പൊ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണെന്നുള്ളത് അതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമ്മൾ കണ്ടത്, നമ്മളിപ്പോ കണ്ടായിരുന്നു. അതായത് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, പിന്നെ എന്താണ്, അജണ്ട ഉണ്ട്, പിന്നെ ഇൻവൈറ്റ് ദ റിലവന്റ് അറ്റൻഡീസ് ഉണ്ട്, പിന്നെ ചൂസ് suitable time and location, പിന്നെ prepare materials, പിന്നെ distribute agenda and materials beforehand, പിന്നെ start on time. അതൊക്കെയാണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മീറ്റിംഗിന്റെ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിനകത്ത് കണ്ടത്. ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അജണ്ട ഉണ്ട്, ഇൻവൈറ്റ് റിലവന്റ് അറ്റൻഡീസ് ഉണ്ട്, ചൂസ് ദ സ്യൂട്ടബിൾ ടൈം ആൻഡ് ലൊക്കേഷൻ ഉണ്ട്, പ്രിപ്പയർ മെറ്റീരിയൽസ്, ഡിസ്ട്രിബ്യൂട്ട് അജണ്ട ആൻഡ് മെറ്റീരിയൽസ് ബിഫോർ ഹാൻഡ്, സ്റ്റാർട്ട് ഓൺ ടൈം. ഈ മീറ്റിംഗ് സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കണം, ആ മീറ്റിംഗിന്റെ സ്ട്രക്ചർ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ്, ഇൻട്രൊഡക്ഷൻ ഉണ്ട്, റിവ്യൂ ഉണ്ട്, ഡിസ്കഷൻസ് ഉണ്ട്. അപ്പൊ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ എന്തായിരിക്കും, വെൽക്കം, റിവ്യൂ ഓഫ് അജണ്ട, ഡിസ്കഷൻസ് ഓർ പ്രസന്റേഷൻസ്, ഡിസിഷൻ മേക്കിംഗ് ഓർ ആക്ഷൻ ഐറ്റംസ് ഉണ്ട്, നെക്സ്റ്റ് സ്റ്റെപ്സ് ഉണ്ട്, അഡ്ജോർൺമെന്റ് ഉണ്ട്. ഇതൊക്കെയാണ് മീറ്റിംഗ് സ്ട്രക്ചർ വരുന്നത്. ഇനി മീറ്റിംഗിന്റെ എറ്റിക്യൂട്ടി ആയിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്, പങ്ക്ച്വാലിറ്റി ഉണ്ടായിരിക്കണം, പിന്നെ റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, ആക്റ്റീവ് ലിസണിങ് ആയിരിക്കണം, പ്രിപ്പയർഡ്നെസ് ആയിരിക്കണം. അതായത് നമ്മളൊരു മീറ്റിംഗിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ എന്തായിരിക്കണം, നമ്മൾ പങ്ക്ച്വൽ ആയിരിക്കണം, പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ചെന്നിരിക്കണം, അല്ലാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. പിന്നെ എന്തായിരിക്കണം, നമ്മൾ ആ മീറ്റിംഗിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അത്രയും റെസ്പെക്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. അതേപോലെ തന്നെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ കിടന്നുറങ്ങാൻ അങ്ങനെയൊന്നും ചെയ്യരുത്, നമ്മൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്തിനകത്ത് വരുന്നതാണ്, നമ്മുടെ ഈ ഒരു മീറ്റിംഗ് എറ്റിക്യൂട്ടിക്കകത്ത് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ക്രൈറ്റീരിയ ഫോർ എ സക്സസ്ഫുൾ മീറ്റിംഗിന്റെ ക്രൈറ്റീരിയാസ് ആണ് നെക്സ്റ്റ് പറയുന്നത്. അതായത് മീറ്റിംഗിന് മുന്നേ, മീറ്റിംഗ് കഴിഞ്ഞിട്ട്, മീറ്റിംഗിന് ഇടയിലും ഒക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആദ്യമേ പറഞ്ഞിരിക്കുന്നത് പ്രീ മീറ്റിംഗ് ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, ക്ലിയർ ഒബ്ജക്റ്റീവ് ആൻഡ് പർപ്പസ് ആയിരിക്കണം, പിന്നെന്താണ്, വെൽ ഡിഫൈൻഡ് അജണ്ട, റിലവന്റ് അറ്റൻഡീസ് ഇൻവൈറ്റ്, സൂട്ടബിൾ ടൈം ആൻഡ് ലൊക്കേഷൻ, മെറ്റീരിയൽസ് പ്രിപ്പയർഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഡ്യൂറിംഗ് ദി മീറ്റിംഗ് ആണെങ്കിലോ എന്തായിരിക്കണം, സ്റ്റാർട്ട് ഓൺ ടൈം, effective facilitation and leadership, active participation and engagement, open and respectful communication, clear decisions and action items, effective use of time, minimal distractions. ഈ പോസ്റ്റ് മീറ്റിംഗ് ക്രൈറ്റീരിയ എങ്ങനെ ആയിരിക്കണം, മിനിറ്റ്സ് ആൻഡ് ഡിസിഷൻസ് ഡോക്യുമെന്റഡ്, ആക്ഷൻ ഐറ്റംസ് അസൈൻഡ് ആൻഡ് ട്രാക്ഡ്, ഫോളോ അപ്പ് ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലാരിഫൈഡ്, ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക് സോൾസൈഡ്, lessons learned and improvement identified. സക്സസ്ഫുൾ മീറ്റിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്, ഫോക്കസ് ഓൺ ഒബ്ജക്റ്റീവ്, കൊളാബറേറ്റീവ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, റെസ്പെക്ട്ഫുൾ ആൻഡ് ഓപ്പൺ ഡയലോഗ്, ക്ലിയർ ഔട്ട്കംസ് ആൻഡ് ഡിസിഷൻ, ടൈം എഫക്റ്റീവ്ലി, ഫോളോ അപ്പ് ആൻഡ് അക്കൗണ്ടബിലിറ്റി.
ഇതൊക്കെയാണ് എന്താ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മീറ്റിംഗിന്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് റിപ്പോർട്ടിംഗ് വെബ്സ് ആണ്. അപ്പൊ റിപ്പോർട്ടിംഗ് വെബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതായത് ആരെങ്കിലും പറഞ്ഞ കാര്യത്തിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെ നമ്മളത് ചെയ്യുന്നതിനെ ആയിരിക്കും, പറയുന്നതിനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് വെബ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടിംഗ് വെബ്സ് എന്താണെന്നുള്ള ഡെഫിനേഷൻ കണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ ഒരാൾ പറഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ അയാളുടെ ചിന്തകളെയോ ഒക്കെ മറ്റൊരാള് പറയുവാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് റിപ്പോർട്ടിംഗ് വെബ്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ടിംഗ് വെബ്സ് ആർ യൂസ്ഡ് ടു റിപ്പോർട്ട് ഓർ കോട്ട് വാട്ട് സമ്മൺ ഹി സെഡ്, തോട്ട് ഓർ റിട്ടൺ. അതായത് ഒരാളുടെ ചിന്തകളെയോ അയാളുടെ എഴുത്തിനെയോ ഒക്കെ വേറെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതാണ് റിപ്പോർട്ടിംഗ് വെബ്സ് വരുന്നത് കേട്ടോ. അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിപ്പോർട്ടിംഗ് വെബ്സ് എന്ന് പറയുന്ന എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സേ ഉണ്ട്, ടെൽ ഉണ്ട്, ആസ്ക് ഉണ്ട്, അഡ്വൈസ് ഉണ്ട്, ക്ലെയിം, ആർഗ്യൂ, സജസ്റ്റ്, റെക്കമെൻഡ്, പർപ്പസ്, മെൻഷൻ. ടൈപ്സ് ഓഫ് റിപ്പോർട്ടിംഗ് വെബ്സ് എന്ന് പറയുന്നത് കണ്ടോ, ഡയറക്റ്റ് സ്പീച്ച് ഉണ്ട്, ഇൻഡയറക്റ്റ് സ്പീച്ച് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്രീ ഇൻഡയറക്റ്റ് സ്പീച്ച് വരുന്നുണ്ട്. അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആണ് എന്തിനകത്ത് വരിക, നമ്മുടെ റിപ്പോർട്ടിംഗ് വെബ്സിനകത്ത് വന്നിരിക്കുന്നത്. അതായത് ടൈപ്സ് ഓഫ് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്ന 3 ടൈപ്സ് ആണ്. ഡയറക്റ്റ് സ്പീച്ച് വരുമ്പോഴേക്കും എന്തായിരിക്കും, നമ്മൾ കൊട്ടേഷൻ മാർക്ക് കൊടുത്തിട്ട് നമ്മൾ കൊടുക്കത്തില്ല. അതായത് ഒരാൾ പറഞ്ഞ കാര്യത്തിന് നമ്മൾ ഡബിൾ കോട്ട്സിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് കണ്ടോ, ഹി സെഡ് ഐ ആം ഗോയിങ് ടു ദ സ്റ്റോർ. പിന്നെ ഇൻഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരുന്നത്, റിപ്പോർട്ട് സ്പീച്ച് വിതൗട്ട് കൊട്ടേഷൻ മാർക്ക്, അതായത് ഹി സെഡ് ഹി വാസ് ഗോയിങ് ടു ദ സ്റ്റോർ. പിന്നെ ഫ്രീ ഇൻഡയറക്റ്റ് ആണെന്നുണ്ടെങ്കിലോ, കമ്പൈൻ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, അതായത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരുന്നത്. അപ്പൊ ഹി സെഡ് ഹി വാസ് ഗോയിങ് ടു ദ സ്റ്റോർ ബട്ട് ഹി ഡിഡ് നോട്ട് നോ വെൻ, അങ്ങനെ നമ്മൾ പറയുന്നത്. ഇനി റിപ്പോർട്ടിംഗ് വെബ്സിന്റെ ഫോം കണ്ടോ, ഫൈനൈറ്റ് വെബ്സ് ഉണ്ട്. ഫൈനൈറ്റ് വെബ്സ് വരുമ്പോഴേക്കും കണ്ടോ, നമ്മൾ അവിടെ സെഡ് അല്ലെ ടോൾഡ് അങ്ങനെയുള്ളതായിരിക്കും നമ്മൾ എക്സാമ്പിൾ, അതാണ് എക്സാമ്പിൾ ആയിട്ട് വരും, അതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സ് എന്ന് പറയുന്നത്. ഈ നോൺ ഫൈനൈറ്റ് വെബ്സ് ആണെന്നുണ്ടെങ്കിലോ, ചൂസ് അല്ലെ സേയിങ് ആണ് വരുന്നത്. ഈ ഗൺസ് വരുമ്പോഴേക്കും എങ്ങനെ ആയിരിക്കും വരുന്നത്, സേയിങ് ഓർ ടെല്ലിങ് വരും. ഇനി ഇൻഫിനിറ്റീവ് വരുമ്പോഴേക്കോ ടു ടെൽ ഓർ ടു സേ ആയിരിക്കും വരുന്നത്. ഈ താഴോട്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ കോമൺ റിപ്പോർട്ടിംഗ് വെർബ് പാറ്റേൺ പറഞ്ഞിട്ട് തന്നിരിക്കുന്നതുണ്ടോ, വെർബ് പ്ലസ് ദാറ്റ് ക്ലോസ് വരുമ്പോഴേക്കും ഉണ്ട്. എക്സാമ്പിൾ, ഹി സെഡ് ദാറ്റ് ഹി വാസ് ടയേർഡ്, ഉണ്ടോ, ഹി ആസ്ക്ഡ് വൈ ഷീ വാസ് ലീവിങ്. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് വെബ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉണ്ട് ഹി സജസ്റ്റഡ് ഗോയിങ് ടു ദ മൂവീസ്, ഹി ഡിനൈഡ് സ്റ്റീലിംഗ് ദ മണി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് വെബ്സ് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് അവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡുകൾ നിങ്ങൾ നോക്കിക്കേ, സെഡ് ഉണ്ട്, ആസ്ക്ഡ് ഉണ്ട്, സജസ്റ്റഡ് ഉണ്ട്, ഡിനൈഡ് ഉണ്ട്, അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ വെബ്സ് ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള വെബ്സുകൾ യൂസ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന സെന്റൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് വെബ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇതുണ്ട് റിപ്പോർട്ടിംഗ് വെബ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് നോക്കുന്നുണ്ട്, റിപ്പോർട്ടിംഗ് വാട്ട് വാസ് സെഡ്,
when you write minutes of a meeting, it is useful to report the ideas rather than every sentence. To do this, you need to use a variety of reporting verbs. അപ്പോൾ ഇവിടെ കുറച്ച് reporting verbs അവർ തന്നിട്ടുണ്ട് കണ്ടോ. I think he would raise the budget. അപ്പൊ കണ്ടോ, സി എ സജസ്റ്റഡ് റേസിംഗ് ദി ബഡ്ജറ്റ്. അപ്പൊ സി എ അവിടെ പറഞ്ഞിരിക്കുവാണ് ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. എന്തോ പറഞ്ഞിരിക്കുന്നത്, ഐ തിങ്ക് വി വുഡ് റേസ് ദി ബഡ്ജറ്റ്. അപ്പൊ അത് കണ്ടോ, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് റിപ്പോർട്ടിംഗ് വെബ്സ് ആയിട്ട് എങ്ങനെ കൊടുത്തിരിക്കുന്നത്, സി എ സജസ്റ്റഡ് റേസിംഗ് ദി ബഡ്ജറ്റ്. നെക്സ്റ്റ് കണ്ടോ, ഐ അഷുർ യു വിൽ ഫൈൻഡ് ഔട്ട് മോർ. അപ്പൊ അതെങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, റിപ്പോർട്ടിംഗ് വെബ്സ് ആയിട്ട് എം ബി പ്രോമിസ് ടു ഫൈൻഡ് ഔട്ട് മോർ. നെക്സ്റ്റ് കണ്ടോ, ഇറ്റ് മൈറ്റ് ടു ബി പോസിബിൾ ടു അറേഞ്ച് എക്സ്ട്രാ ഫണ്ട്. അപ്പൊ അതെങ്ങനെ പറയുന്നത്, ആർ ജെ മെൻഷൻ ദ പോസിബിലിറ്റി ഓഫ് എക്സ്ട്രാ ഫണ്ട്. പിന്നെ ഐ ആം നോട്ട് സോ ഷുവർ ഇഫ് ദർ വിൽ ബി എക്സ്ട്രാ ഫണ്ടിങ്. അപ്പൊ അതെങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, ഡി എം വണ്ടേർഡ് ഇഫ് ദർ വുഡ് ബി എക്സ്ട്രാ ഫണ്ടിങ്. പിന്നെ കണ്ടോ, ഹിയർ ആർ സം മോർ എക്സാമ്പിൾസ് ഇഫ് യു യൂസ് ദ റിപ്പോർട്ടിംഗ് വെബ്സ് വൈൽ റൈറ്റിംഗ് ഓർ സ്പീക്കിംഗ് അബൌട്ട് എ മീറ്റിംഗ് പറഞ്ഞിരിക്കുക. ഇത് 3 issues were discussed. പിന്നെന്താണ്, ഇറ്റ് വാസ് ഡിസൈഡ് ടു ഡിലേ ആക്ഷൻ അണ്ടിൽ ദി നെക്സ്റ്റ് മീറ്റിംഗ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള, അതായത് 3 issues were നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. എന്താണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. പിന്നെ അത് നെക്സ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യാം, നെക്സ്റ്റ് മീറ്റിംഗിൽ നമ്മളത് ഡിസൈഡ് ചെയ്യാമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചപ്പോൾ ഇതുണ്ട്, ഇറ്റ് വാസ് ഡിസൈഡ് ടു ഡിലേ ആക്ഷൻ. ഇത് നെക്സ്റ്റ് മീറ്റിംഗിലേക്ക് നമ്മൾ അതിന്റെ ആക്ഷൻ നമ്മൾ ഡിലേ ചെയ്തു, ഡിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കും. പിന്നെ എവരി വൺ എഗ്രീഡ് ഇൻ ദ പ്രൊപ്പോസൽ. പിന്നെ ദി ഇഷ്യൂ ഓഫ് സാലറി വാസ് ബ്രോട്ട് അപ്പ്. The sales manager reported on the result of their trade fair. 5 strategies were recommended. SB explained the reason for the delay. കണ്ടപ്പോ ഒരു മീറ്റിങ്ങിനെ സംബന്ധിച്ച്, ഒരു മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ റിപ്പോർട്ടിംഗ് വെബ്സ് യൂസ് ചെയ്തിട്ട് കൊടുത്തിരിക്കുക. കണ്ടോ, ഡിസ്കസ്ഡ് 3 issues were discussed. അവിടെ ഡിസ്കസ് ചെയ്തു. ഇറ്റ് വാസ് ഡിസൈഡ് ടു ഡിലേ ആക്ഷൻ അണ്ടിൽ ദി നെക്സ്റ്റ് മീറ്റിംഗ്, ഡിസൈഡഡ്. പിന്നെ എവരി വൺ എഗ്രീഡ് to the proposal. The issue of salary was brought up. The sales manager reported on the result of the trade fair. 5 strategies were recommended. SB explained the reason for the delay. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ റിപ്പോർട്ടിംഗ് വെബ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരാൾ പറഞ്ഞ കാര്യങ്ങളോ അല്ല കഴിഞ്ഞ കാര്യങ്ങളോ ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ട, റിപ്പോർട്ടിംഗ് വാട്ട് വാസ് സെഡ്. അത് അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, റിപ്പോർട്ടിംഗ് വെബ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ മെമ്മോസ് റൈറ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു മറ്റേ, അതായത് 5ാമത്തെ യൂണിറ്റിലും മെമ്മോസിനെ പറ്റി പറയുന്നുണ്ട്, മെമ്മോറാണ്ട്. അപ്പൊ നമ്മൾ മെമ്മോസ് എങ്ങനെയാണ് റൈറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടായിരുന്നു കേട്ടോ. ആ സെയിം സാധനം റൈറ്റ് മെമ്മോസ് എന്ന് പറഞ്ഞിട്ട് ഈ 6th യൂണിറ്റിലും പറയുന്നുണ്ട്. അതിനു മുന്നേ ഇതുണ്ട്, ഇവിടെ കുറച്ച് കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ അജണ്ട ഉണ്ട്, അതേപോലെ തന്നെ മിനിറ്റ് ഉണ്ട്, പിന്നെ എന്താണ് മെമ്മോസ് അങ്ങനെ തന്നിരിക്കുന്നത്. വെരി ഇമ്പോർട്ടന്റ്, കസ്റ്റമർ ഈസ് ഗോയിങ് ടു വിസിറ്റ് യുവർ സിറ്റി ഫോർ എ വീക്കെൻഡ്. യു നീഡ് ടു പ്രിപ്പയർ ഫോർ ഹിസ് വിസിറ്റ്. He is visiting your city for the first time. Imagine that meeting has been held to discuss the issue basis of the agenda given below.
അജണ്ട എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഒരാള് ഫസ്റ്റ് ടൈം നമ്മുടെ സിറ്റി സന്ദർശിക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പൊ ഫസ്റ്റ് അജണ്ട. അപ്പൊ എന്താണ്, ആദ്യം നമ്മൾ ഹോട്ടൽ, അയാളെ നമുക്ക് അയാളുടെ സ്റ്റേ നമുക്ക് കൊടുക്കണ്ടേ. അപ്പൊ അതാണ് ആദ്യം ഹോട്ടൽ, അതായത് വിച്ച് ഹോട്ടൽ ഷുഡ് യു റിസർവ്, വൈ, ഹു ഷുഡ് മേക്ക് ദ റിസർവേഷൻ, ഹൗ യു ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ഹിസ് സ്റ്റേ ഈസ് കംഫോർട്ടബിൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹോട്ടലിനെ സംബന്ധിച്ച് നമ്മൾ ക്ലാരിഫൈ ചെയ്യണം. പിന്നെ എയർപോർട്ട്, അപ്പൊ അതെന്താണ്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, ഹു ഷുഡ് മീറ്റ് ദ വിസിറ്റർ അറ്റ് എയർപോർട്ട്. ഇനി ലഞ്ച് ആൻഡ് ഡിന്നർ, അതായത് വേർ ഷുഡ് യു ടേക്ക് യുവർ വിസിറ്റർ ഫോർ ലഞ്ച് ആൻഡ് ഡിന്നർ, ഷുഡ് ചെക്ക് ദ ഫസ്റ്റ് സി വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ഹി ലൈക്ക്. ഇനി പിന്നെ എന്റർടൈൻമെന്റിന്റെ കാര്യം, അതായത് വേർ ഷുഡ് യു ടേക്ക് ഹിം ടു ഇൻ ദ ഈവനിങ്സ്. ഇനി ഗിഫ്റ്റ്, വാട്ട് കൈൻഡ് ഓഫ് ഗിഫ്റ്റ് ഷുഡ് യു ബൈ ഹിം, വെൻ ഷുഡ് യു ഗീവ് ഇറ്റ് ടു ഹിം. പിന്നെ വെൽക്കം ലെറ്റർ, what advice would you give him to about your city and visit by the way of helping him to prepare for her visit. ഇനി എനി അതർ ബിസിനസ് ആക്ടിവിറ്റീസ്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്തിനകത്ത്, അതായത് ഒരു അജണ്ട പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം എന്താണ്, ഇപ്പൊ ഒരു വിസിറ്റിനെ സംബന്ധിച്ചായതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ ഹോട്ടലിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ആളിനെ, അതായത് എയർപോർട്ടിന്റെ കാര്യമുണ്ട്, ലഞ്ചും ഡിന്നറും പറയുന്നുണ്ട്. അതേപോലെ തന്നെ അയാളുടെ എന്റർടൈൻമെന്റിന്റെ കാര്യം നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഗിഫ്റ്റ് ഉണ്ട്, വെൽക്കം ലെറ്റർ എങ്ങനെയാണെന്നുള്ളതുണ്ട്. ഇനി അതർ എന്തെങ്കിലും പർപ്പസ് ഉണ്ടെങ്കിൽ അത്. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് കണ്ടു, ദ മിനിറ്റ് ഓഫ് ദി മീറ്റിംഗ് ആർ ഗിവൺ ബിൽ, അതായത് ഡിസ്കസ് ദ മിനിറ്റ്സ് ഇൻ ഡീറ്റെയിൽ. മിനിറ്റ്സ് ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മിനിറ്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത്, മിനിറ്റ്സ് ഫോർ ദി മീറ്റിംഗ് ഹെൽഡ് ഓൺ 20th June 2003, എ പ്ലാൻ ഫോർ മിസസ് സമ്പത്ത് വിസിറ്റ് ടു ദ സിറ്റി. അപ്പൊ മിനിറ്റ് എപ്പോഴുള്ളതാണ്, എന്തിന്റെ ബേസിലാണെന്നുള്ള ഒരു ഹെഡിങ്. അപ്പൊ ഫോളോയിങ് മെമ്പേഴ്സ് അതിനകത്ത് പ്രസന്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മിസസ് സുനിൽ റാവത്ത് could not attend the meeting, he was on leave. Mr. Sampath visit was discussed the detail on following decisions taken. അപ്പം അതിനകത്തുള്ള മെമ്പേഴ്സിന്റെ കാര്യങ്ങൾ അതിനകത്ത് ആരെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ ആ കാര്യം പറയുന്നുണ്ട്. അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് അയാളുടെ വിസിറ്റ് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ഹോട്ടൽ റിസർവേഷൻ എവിടെയാണെന്നുള്ളത്, എയർപോർട്ട്, മീൽസ്, എന്റർടൈൻമെന്റ്, ഗിഫ്റ്റ്, വെൽക്കമിങ് ലെറ്റർ, അതിന്റെ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ തൊട്ട് മുന്നേ അത് ഡിസൈഡ് ചെയ്തോളൂ. മിനിറ്റിൽ വന്നപ്പോൾ അതിന്റെ ക്ലിയർ കട്ട് ഡീറ്റെയിൽസ് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തു. എവിടുന്ന് എപ്പം എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കൊടുത്തു. അതായത് ഗിഫ്റ്റ് ഒക്കെ എന്താണ് കൊടുത്തതെന്നുള്ളതും, അതായത് വെൽക്കമിങ് ലെറ്റർ ആര് പറഞ്ഞു എന്നുള്ളതും എപ്പോ പറഞ്ഞു എന്നുള്ളതും എല്ലാം നമ്മൾ മിനിറ്റിനകത്ത് പറയുന്നുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതായത് മെമ്മോ എന്ന് പറയുന്ന കാര്യം നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കണ്ടോ, അപ്പൊ മെമ്മോ എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോ കണ്ടതുപോലെ ഓഫീസിൽ നമ്മൾ ഓഫീസിനുള്ളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന എന്താണ്, ഒരു മെസ്സേജ്. അപ്പൊ ഇവിടെ എന്തിനെ പറ്റിയുള്ള മെസ്സേജ് ആയിരിക്കും, ആ സുനിൽ റാവത്ത് എന്ന് പറഞ്ഞ ആ ഒരു പേഴ്സണിന്റെ വിസിറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും അവിടെ കൊടുക്കുന്നത് മെമ്മോയ്ക്കകത്ത്. അപ്പൊ എന്തായിരിക്കും, അവിടുത്തെ എംപ്ലോയീസിനുള്ള എന്തായിരിക്കും, ഒരു അനൗൺസ്മെന്റ് ആയിട്ടായിരിക്കും നമ്മളത് കൊടുക്കുന്നത്. കാരണം മേക്കിംഗ് അനൗൺസ്മെന്റ്, റിക്വസ്റ്റ്, പോളിസി സ്റ്റേറ്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എന്തിനകത്ത് കൊടുക്കാം, മെമ്മോയ്ക്കകത്ത് നമ്മൾ കൊടുക്കാം. അപ്പൊ കണ്ടോ, മെമ്മോസിന്റെ കാറ്റഗറി ടു ഇൻഫോം ഉണ്ട്, ടു എക്ലി ടേക്ക് ക്വിക്ക് ആൻഡ് ഡെഫിനിറ്റ് റീസൺ, ടു കൺഫേം ഇത് ഡിസിഷൻസ് ഓർ കൺക്ലൂഷൻസ്. പിന്നെ സ്റ്റൈൽ ഓഫ് മെമ്മോ, മെമ്മോ ഹാവാൻ അപ്പിയറൻസ് ഉണ്ടായിരിക്കണം, മേക്ക് ഇറ്റ് ബ്രീഫ് ആയിരിക്കണം, മേക്ക് ഇറ്റ് ലുക്ക് ബ്രീഫ്. മെമ്മോറാണ്ട് നമ്മൾ ഓൾറെഡി കണ്ടു. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഇതിനകത്ത് തന്നെ നമ്മളിപ്പോ എന്തുണ്ട്, മിനിറ്റ് കണ്ടു, അജണ്ട കണ്ടു, മെമ്മോ കണ്ടു. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. കാരണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാവേ. അതായത് 7th ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പം ഇന്നിപ്പം ഇത്രയും മതി. അപ്പൊ ഓക്കെ, താങ്ക് യു. എക്സിറ്റ് ആയിക്കോ, അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ട്.